മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജീവൻ മുക്തി വിവേകവും വിദേഹമുക്തിയുമാണ് ആത്മബോധത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ആത്മബോധം എല്ലാം ബ്രഹ്മമാണ് എന്ന ഉപസംഹാര വേളയിലുമാണ് സംശയവും വിപരീത ജ്ഞാനവും തുടങ്ങിയ ദോഷങ്ങളില്ലാത്ത യാതൊരു അറിവുണ്ടോ അതാണ് സമ്യക് ജ്ഞാനം അഥവാ യഥാർത്ഥ ജ്ഞാനം എന്ന് ബോധിപ്പിക്കുകയാണ് ആത്മബോധം ചെയ്യുന്നത്. സംശയവും വിപരീത അറിവും, സംശയാത്മാ വിനശ്ശരി എന്നൊക്കെ ഇവിടെയാണ് വരുന്നത്, അല്ലാതെ ഈ ആത്മബോധത്തിലാണത് വരുന്നത്. ആത്മബോധത്തിൽ എത്തുന്നതോടുകൂടി പിന്നെ സംശയങ്ങൾ ഉണ്ടാവുന്നില്ല. സംശയങ്ങൾ ഉണ്ടെങ്കിൽ, വിപരീത ജ്ഞാനവും ഉണ്ടെങ്കിൽ അവിടെ യഥാർത്ഥ ജ്ഞാനം ആയിട്ടില്ല എന്നർത്ഥം. സംശയങ്ങൾ വേണ്ട എന്നല്ല അതിനർത്ഥം. സംശയം ചോദിക്കുന്നത് മോശം എന്നർത്ഥമല്ല, അത് വിപരീത ജ്ഞാനമായി മാറും. ഓരോ തലത്തിനനുസരിച്ച് ഏതൊരാളിലാണോ സംശയങ്ങളെല്ലാം തീരുന്നത് ആ ഒരു സന്ദർഭത്തിൽ യഥാർത്ഥ ജ്ഞാനമാകും. എന്നാൽ ഞാനപ്പോൾ എങ്ങനെയാ ചോദിക്കുക? സംശയാത്മാ വിനശീനൊക്കെയല്ലേ ഞാൻ കേട്ടുന്നത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് മോശമായാലോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അത് വിപരീത ജ്ഞാനമാകും. ഈ വിപരീത ജ്ഞാനം എന്നുള്ളതും സംശയം എന്നുള്ളതും എന്താവും? അത് എവിടെ ഒഴിഞ്ഞു പോയിരിക്കുന്നുവോ അവിടെ യഥാർത്ഥ ജ്ഞാനം ആണെന്ന് പറയാം. ഇങ്ങനെ വേണം അത് മനസ്സിലാക്കാനാണ് ഇവിടെ നിർവചിക്കുന്നത്. ആത്മഭിന്നമായി പ്രപഞ്ചമില്ല എന്ന് ദൃഷ്ടാന്ത സഹിതം ബോധിപ്പിച്ചു. അങ്ങനെയുള്ള രണ്ടാമതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനെ ആര് എന്ത് എന്തിനെ എങ്ങനെ ഭയക്കും? എങ്ങനെയാണ് മറ്റൊന്നിനെ കാണുമ്പോഴാണ് അവിടെ സംശയമൊക്കെ ഉണ്ടാവുന്നത്. ഇവിടെ സംശയിക്കാൻ മറ്റൊന്നില്ല. സംശയിക്കാൻ ഇട നൽകുന്ന വേറൊന്നും ഇല്ല അവിടെ. തന്നിൽ നിന്ന് അന്യമായി യാതൊന്നും തന്നെയില്ല. താൻ തന്നെയായി തീർന്നിരിക്കുന്നു എല്ലാം. അത് പറയാൻ വാക്കുകളില്ല. വാക്കിന്റെ പരിമിതി അവിടെയൊക്കെ ഉണ്ട്. ഏതൊരു ശാസ്ത്രം എന്ത് പറയുകയാണെങ്കിലും അവിടെ അതിൻ്റെ വാക്കിന്റെ പറയാൻ പറ്റാത്ത വാക്യങ്ങളെ വാക്കുകൊണ്ട് പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യൂനത ഇവിടെയൊക്കെ പ്രകടമാകാം. അല്ലാതെ അതേപടി എടുക്കരുത്. ഇവിടെയൊക്കെ ചോദ്യം ചെയ്യാൻ വകുപ്പുണ്ട്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഞാൻ ആരാണ്? അപ്പൊ ഞാൻ വേറെണ്ടോ എന്നൊക്കെ ചോദ്യം വരാം. അപ്പൊ അതുകൊണ്ട് ചോദ്യം ഇതൊന്നും തർക്കം കൊണ്ട് നേടാൻ പറ്റുന്നതല്ല എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു തലത്തെ ബോധിപ്പിക്കാൻ. കാരണം ആ തലത്തിൽ എത്താത്തവരോടാണ് ഈ പറയുന്നത്. അതിനെ സമർത്ഥിക്കാൻ വേണ്ടി വേറെ ഒന്ന് പറഞ്ഞു. ശ്രുതി യുക്തി അനുഭവം എന്നുള്ളതാണ് പ്രമാണമെങ്കിലും ശ്രുതിയും യുക്തിയും ചോദ്യം ചെയ്യപ്പെടും. പക്ഷെ അനുഭവം ചോദ്യം ചെയ്യപ്പെടില്ല. അനുഭവത്തിൽ എത്തിച്ച സാഹചര്യങ്ങളെ കുറിച്ച് ചിലപ്പോൾ ചോദ്യം ചെയ്തേക്കാം. പക്ഷെ അനുഭവം ചോദ്യം ചെയ്യപ്പെടാൻ പറ്റില്ല. ഒരാളുടെ ഒരനുഭവത്തെയും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് അനുഭവത്തിലെത്തിയ സാഹചര്യങ്ങളെ ചിലപ്പോൾ ചോദ്യം ചെയ്തേക്കാം. നിങ്ങളുടെ അനുഭവം ഉണ്ടാവാൻ കാരണം ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് അതിനെ വിമർശിക്കാൻ പറ്റിയേക്കാം. അനുഭവത്തെ ഒരാൾക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ആ അനുഭവം. അതുകൊണ്ട് അനുഭവത്തിന് പ്രാധാന്യം കൊടുത്തു. ആ അനുഭവത്തിൽ നിന്ന് ഉണ്ടാവുന്ന വാക്യങ്ങളെ അവിടെ പരിമിതികളുണ്ട്. പക്ഷെ ആ അനുഭവത്തെ പറഞ്ഞറിയിക്കാൻ വയ്യ. മൂക ആസ്വാദനവത് എന്നൊക്കെ പറഞ്ഞ പോലെ. കാരണം നാരദ ഭക്തിസൂത്രം എന്തിനാ അവിടെ പറഞ്ഞത് ചോദിച്ചാൽ നാരദ ഭക്തിസൂത്രത്തിന്റെ ഒരു പ്രാധാന്യം പറയുന്നുണ്ട്. ഇതര ഗ്രന്ഥങ്ങളെ പോലെ മറ്റ് ശാസ്ത്രങ്ങളിൽ നിന്ന് എടുത്ത് എഴുതിയതല്ലത്രേ
ഏത് നാരദ ഭക്തി സൂത്രങ്ങൾ. അദ്ദേഹത്തിന്റെ സ്വാനുഭവത്തിൽ നിന്നുണ്ടായ വാക്യങ്ങളായതുകൊണ്ടാണ് അത്രേ നാരദ ഭക്തി സൂത്രത്തിന് പ്രാധാന്യം കിട്ടിയത്. ഭക്തി എന്നുള്ളത് സ്വാനുഭവമാണെന്നും ഭക്തി എന്നുള്ളത് അത് പഠിച്ചെടുക്കുന്ന വിഷയമല്ലാന്നും ഓരോ തിയറി പറഞ്ഞു കൊടുത്തിട്ട് അതൊന്നും അല്ല ഭക്തി. ആ ഭക്തി എന്നുള്ളത് സ്വാനുഭവമാണ്. സ്വാനുഭവികമായിരിക്കുന്ന ആ ഭക്തിയെ പുറമേക്ക് സ്വാഭാവികമായി പ്രകടമായിട്ട് അതിൽ നിന്ന് തൂലിക ചലിച്ച് ഇതായിരിക്കണം. അതുകൊണ്ടാണ് നാരദ ഭക്തി സൂത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തതെന്ന് നാരദീയ ഭക്തി സൂത്രങ്ങളെ തന്നെ പറയുന്നുണ്ട്. അനുഭവത്തെ രേഖപ്പെടുത്തുക, പഠിച്ചതിനെ അല്ല. തദർപ്പിത അഖിലാചാരത തദ്വിസ്മരണെ പരമവ്യാകുലത ചൈതി എന്നൊക്കെ അവിടെ വരുന്നത്. അതുകൊണ്ട് ഈ ആത്മതത്വത്തെ പറയുന്ന തലങ്ങളിൽ മുഴുവൻ അതാണ്, അനുഭവമാണ്. അല്ലാതെ അത് വാക്കുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റുന്നതേ അല്ല. ഭക്തി പോലും അങ്ങനെയാണെങ്കിൽ സാത്തു അസ്മിൻ പരമപ്രേമ രൂപ എന്ന ഇതിനെ ഈ ഒരു തലത്തിൽ എത്തിയിരിക്കുന്ന ഒരാളാണ് ആ പറഞ്ഞത്. സ്വാത്തു അസ്മിൻ പരമപ്രേമ രൂപം. സ്വസ്മിനല്ല, അവനിലല്ല, ഇവനിലാണ്, തന്നിലുള്ള ഭക്തി. ആരാണ് താൻ എന്ന് തിരിച്ചറിഞ്ഞ ഒരാളുടെ ഭക്തി. ആത്മഭിന്നമായി മറ്റൊന്നുമില്ല, തന്നെ തന്നെയാണ് സർവ്വത്തിലും കാണുന്നത്, സർവ്വത്തിലും ഉള്ളത് എന്തോ അതന്നെയാണ് താനും എന്ന് ആരറിഞ്ഞിരിക്കുന്നുവോ അതാണ് ശരിയായ ഭക്തി. ഇത് ആ അനുഭവ സിദ്ധന്റെ അറിവ്. അവിടെ ആത്മഭിന്നമായി പ്രപഞ്ചമില്ല എന്ന് അറിഞ്ഞിരിക്കുന്ന ആളുടെ ഭക്തി യാതൊന്നാണോ അതാണ് ഏത് ശരിയായ ഭക്തി എന്ന് പറയാം. മറ്റൊക്കെ ഭക്തിയിലേക്ക് എത്തിക്കാൻ നന്നായിരിക്കാം, ഈ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ അനുക്രമം എന്നോണം മറ്റുള്ളതിനെയൊക്കെ പറയാൻ പറ്റുമായിരിക്കാം. അല്ലാതെ ഭക്തിയായിട്ട് നാരദരെ അംഗീകരിക്കുന്നില്ല. നാരദരെ വാക്ക് തന്നെ നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. നാരം ദദാതി ഇതി നാരദൻ എന്നാണ്. നാരം ആത്മജ്ഞാനം, ദദാതി വിതരണം ചെയ്യുന്നവൻ. ആത്മജ്ഞാനത്തെ വിതരണം ചെയ്യുന്നവനാണ് ആര്? നാരദം. അപ്പൊ നാരദം പണിയെടുക്കുന്നവരൊക്കെ ആരാണ്? ആത്മജ്ഞാനം വിതരണം ചെയ്യുന്നത് ആത്മജ്ഞാനികളാണ്. അല്ലാതെ ഏഷണിക്കാരനല്ല. ഏഷണകളെ ഇല്ലാതാക്കിയ ആളാണ്. ഏഷണ, പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. പുത്രേഷണ വിത്തേഷണ എന്ന് പറയണ്ട. അപ്പൊ എന്താവും? ആയിക്കോട്ടെ. അപ്പൊ പുത്രേഷണ എന്ന് പറഞ്ഞാൽ ധാരേഷണ അതിൽ വരും. വിത്തേഷണ എന്നുള്ളതിൽ ധനം സമ്പത്തല്ല അതിൽ വരും. ലോകേഷണ എന്നുള്ളത് ലോകത്തിനോടുള്ള എല്ലാ അറ്റാച്ച്മെന്റും അതിൽ വരും. അപ്പൊ ഈ മൂന്നും അതാണ് മൂന്നല്ലേ ഉള്ളൂ. അതിന്റെ അവാന്തര വിഭാഗങ്ങളായിട്ട് അനേകം പറയാമെങ്കിലും ഇതിനെ മൂന്നെണ്ണത്തിൽ ഒതുക്കി പറഞ്ഞു എന്ന് മാത്രമേ, പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി. അത് ഇല്ലാതാക്കുന്ന ആളാണ് ആര്? നാരദൻ. അയാളെ കൊണ്ടുപോയിട്ട് എന്തായി? ഏഷണിക്കാരനാക്കി. നേരെ വിപരീതം. ഈ വിപരീത ജ്ഞാനമാണ് പ്രശ്നമാക്കിയത്. അങ്ങനെയാണല്ലോ പലപ്പോഴും ഉണ്ടാകുന്നത്. പല ആചാര്യന്മാരും അങ്ങനെ പറഞ്ഞത്. ശ്രീനാരായണ ഗുരുദേവനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ആചാര്യൻ എന്ത് പറഞ്ഞോ അതിനെ നേരെ വിപരീതം നടക്കുകയും ആചാര്യനെ പൂജിക്കുകയും ചെയ്യുന്നവരാണ് പലപ്പോഴും. പലപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് ആചാര്യനെ തന്നെയാണ് ഇവിടെ നിന്ദിക്കുന്നത്. ആചാര്യ നിന്ദയാണ് ഏറ്റവും വലിയ നിന്ദ. ആത്മജ്ഞാനം കിട്ടുകയല്ലോ, പിന്നെയാണ് ശരിയായ ഭക്തി. ഭക്തി എന്നുള്ളത് മനസ്സിലാക്കുക എന്താ? ഭക്തി എന്നുള്ളത് കൊണ്ട് ഒരു വാക്കിനെ അർത്ഥം പറയാൻ പറ്റില്ലെങ്കിലും ഈശ്വരോന്മുഖമായ സ്നേഹത്തിന് ഭക്തി എന്ന് പറയാം. അപ്പൊ ഈശ്വരൻ ആരാന്ന് അറിയേണ്ടി വരും. ഈശ്വരൻ എന്നുള്ളത് പ്രാഥമിക തലത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈശ്വരൻ ചെയ്യുന്നവൻ എന്നുള്ളൊരു കർത്തൃത്വം അവിടെ ശേഷിക്കുന്നുണ്ട് പ്രാഥമിക തലത്തിൽ. ആ ഒരു തലത്തിലുള്ളൊരു ഭക്തിയാണെങ്കിൽ നല്ലതാണല്ലോ. പക്ഷെ ആ ഈശ്വരൻ ഉപ്പർവാലെ ആവരുതെന്ന് മാത്രം, മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ആളാവരുതെന്ന് മാത്രം. അല്ലെങ്കിൽ കൈലാസത്തിലോ അല്ലെങ്കിൽ വൈകുണ്ഠത്തിലോ അല്ലെങ്കിൽ ശബരിമലയിലോ മാത്രം ഉള്ളതാവരുത്. അവിടെ ഇല്ല എന്ന് പറഞ്ഞില്ല കേട്ടോ, അവിടെയുണ്ട്. തദ്ദൂരെ തദന്തികെ തദന്തരസ്യ സർവസ്യ സർവസ്യാസ്യ ഭാഗ്യം. ഈ ഒരു തലത്തിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ അവിടെ പോകേണ്ടതെന്ന് വെച്ചാൽ പോവാം. തീർത്ഥസ്ഥാനങ്ങളിലൊക്കെ പോകണം. പറയുന്നുണ്ട് തീർത്ഥസ്ഥാനങ്ങൾ തീർത്ഥമാക്കുന്നത് എന്തുകൊണ്ട്, എങ്ങനെയാവും, ഏതാണ് ഏറ്റവും വലിയ തീർത്ഥം എന്നെല്ലാം ഈ ആത്മബോധത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പറയാൻ പോകുന്നു.
സ്വസ്വരൂപാനുസന്ധാനം ഭക്തി. സ്വന്തം സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യലാണ് ഭക്തി. ആ അനുസന്ധാനം എന്നുള്ള വാക്കിനെ നിർവചിക്കാൻ പ്രയാസം, പറയാൻ എളുപ്പമുണ്ട്. പക്ഷെ അനുസന്ധാനം എന്നുള്ളത് പലപ്പോഴും, അപ്പൊ ഞാൻ ആരാണെന്നുള്ളത് അനുസന്ധാനം ചെയ്യലെന്നെ. എന്റെ സ്വരൂപം എന്താണ്, ആരാണ് എന്റെ സ്വരൂപം? ഈ മധ്യ അസ്ഥി മാംസ മലമൂത്ര പാത്രമായ ദേഹം ഞാനല്ല. ഇതൊക്കെ അപ്പൊ ഈ ആത്മബോധം ആദ്യം മുതലൊക്കെ അവസാനം വരലോട് വരും. ഈ അനുസന്ധാനം എന്നുള്ളതിൽ മുഴുവൻ വന്നു. ഏത്? പഞ്ചകോശ വിവേകം വന്നു, അവസ്ഥാത്രയം വന്നു, ജാഗ്രത സ്വപ്ന സുഷുപ്തിയാകുന്ന അവസ്ഥാത്രയങ്ങളെ കുറിച്ച് വരും. പിന്നെ തനുത്രയം, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ വരും. ഈ എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ ഇതല്ല 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 എന്ന് പറഞ്ഞ് അവസാനം ആരാണ് ഞാൻ? ജാഗ്രത സ്വപ്ന സുഷുപ്തിയിലും മാറാതെ നിലകൊള്ളുന്ന ഞാൻ ആരും? ഇനി അല്ലെങ്കിൽ ഉപനിഷത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാനെന്ന് സ്ഫുരിക്കുന്ന അത് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? അത് പുറമേക്ക് പോവരുത്. ഇനി അകത്തേക്ക് പോവാന്ന് പറയുമ്പോൾ അത് ഈ സ്ഥൂലമായ ദേഹത്തിന്റെ ഉള്ളിലേക്ക് പോകേണ്ടതല്ല. അതിനെ എങ്ങനെയാണ് അതിന്റെ ദിശ ശരിയാക്കി തരാമെന്ന് ആചാര്യന്മാർ പറഞ്ഞു തരികയാണ്. ഏത്? നമ്മളെ ആരാധനാക്രമങ്ങളിലൂടെയൊക്കെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾക്കുള്ളിൽ ഉള്ളിൽ എന്ന് പറയുന്നത് ഏതാണ്? ഇതിനൊക്കെ എത്രയോ ലളിതമായി സ്വാമിജി നമുക്ക് പലപ്പോഴും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒരു കാർഡിയോളജിസ്റ്റിനെ പോയി നമസ്കരിച്ചാൽ മതി ഉള്ളിൽ എന്നാണെന്ന് പറയുകയാണെങ്കിൽ, നമ്മളെ പോയിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചാൽ മതി എന്നിട്ട് ഒന്ന് കയറി തരും അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതൊക്കെ ധാരണ ചെയ്യാൻ വേണ്ടിയാണ്. മറിച്ച് നമ്മുടെ ചിന്തയെ, നമ്മുടെ ആ ദൃഷ്ടിയെ അതിസൂക്ഷ്മമായ തലത്തിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഞാൻ എന്ന് സ്ഫുരിക്കുന്ന അത് എവിടെ നിന്നാണ് വരുന്നത്, അതിന്റെ മൂലം എവിടെയാണ്, അതിന്റെ ഉത്ഭവം എവിടെയാണ്, ഇത് അനുസന്ധാനം ചെയ്താൽ അതിന്റെ പേരാണ് ഭക്തി. അപ്പൊ സർവ്വ അതിൽ വന്നു കഴിഞ്ഞു. ഈ അനുസന്ധാനത്തിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നത് ആ ദിശ തിരിച്ചു വിടാൻ വേണ്ടിയാണ് ബഹുശാസ്ത്രങ്ങളൊക്കെ ഉള്ളത്. സർവ്വ ഉപനിഷത്തുകളും അതായിരിക്കും. എന്നെ പറയാ ബ്രഹ്മണി ചരതി ഇതി ബ്രഹ്മചര്യം. വേദം പഠിക്കാൻ അനുയോജ്യമായ സ്ഥിതിയെ നിലനിർത്തുന്നതിന് ബ്രഹ്മചര്യം എന്ന് പറയുന്നു എന്നൊക്കെ പറയാം. അതൊക്കെ അതിനെ അനുബന്ധ സാധനങ്ങളാന്ന് പറയാം. സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രം അനുസന്ധാനം നടന്നോളന്നില്ല. ഒരു വിദ്യാർത്ഥി ആയണ് എന്നുള്ളത് കൊണ്ട്, ഞാൻ വിദ്യാർത്ഥിയാണ് എന്നൊരാൾ പറഞ്ഞത് കൊണ്ട് മാത്രം അയാൾ വിദ്യാർത്ഥി ആയിക്കോളുന്നില്ല. കാഴ്ചയ്ക്ക് വിദ്യാർത്ഥിയാണ്, പുസ്തകക്കെട്ടും കൊണ്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പുസ്തകം പാൻറിന്റെ പോക്കറ്റിലുണ്ട്, കുറേ പുസ്തകങ്ങൾ കെട്ടായിട്ട് ചെറിയ കൊച്ചുകുട്ടികൾ ഹിമാലയത്തിലേക്ക് പോകുന്ന ആൾക്കാർ ഭാണ്ഡ വെറ്റി പോകുന്ന പോലെ പോകുന്നുണ്ട്. അപ്പൊ ഏതപ്പോ വിദ്യാർത്ഥി? മറ്റേയാളടുത്ത് പുസ്തകം കാണുന്നില്ല, പക്ഷെ അയാൾ ഉപരിപഠനത്തിലാണ്, ബിരുദാനന്തര ബിരുദം നേടാൻ പോവുകയാണ്, പക്ഷെ പാൻറിന്റെ പോക്കറ്റിലായിരിക്കും ഒരു പുസ്തകം ഉള്ളത്. ഏതാപ്പോ ഏറ്റവും വലിയ വിദ്യാർത്ഥി എന്ന് വെച്ചാൽ? അതുകൊണ്ട് വിദ്യാർത്ഥി എന്നുള്ളത് കൊണ്ട് അവിടെ ബ്രഹ്മചാരി എന്നുള്ളതുകൊണ്ട് വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി ആണല്ലോ. അതെ, പക്ഷെ അത് പേരിൽ മാത്രമല്ല വിദ്യാർത്ഥി ആണോ എന്നുള്ളത്. എങ്ങനെ? അതിനനുസൃതമായ ഒരു ജീവിതത്തിൽ വേണം മുന്നോട്ട് വേണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബ്രഹ്മചാരിക്ക് കുറെ നിയമങ്ങളുണ്ട്. അതാ പറഞ്ഞത്, പകൽ കിടന്നുറങ്ങരുത്, രാത്രി ഉറക്കം ഒഴിക്കരുത്, അല്ലേ? ഇനി കുറെ പറയാനുണ്ട്. അത് പറഞ്ഞിരുന്നാൽ നമ്മളെ ഈ വിഷയം പോകും. അതുകൊണ്ട് അപ്പൊ ഒരു വിദ്യാർത്ഥി എന്തെല്ലാം പാലിക്കണം? ബ്രാഹ്മയാമത്തിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നെണീറ്റ് നട്ടെല്ലും മൂർധാവും കാൽവെള്ളയും നനയുന്ന വിധത്തിൽ കുളിച്ച് അപ്പൊ എന്ത് പഠിക്കുന്നവോ അത് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്താ? അല്ലാതെ രാത്രി 12 മണി വരെ ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചതുകൊണ്ട് പരീക്ഷയ്ക്ക് എഴുതാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല, അല്ലേ? അപ്പോഴാണ് കുപ്പിയും കയറും തേടുന്നതാണ് അധികം കാണുന്നത്. വിദ്യ ഒരിക്കലും അതാവില്ല. അവിവേകത്തിന്റെ വഴിയല്ല, വിവേകത്തിന്റെ മാർഗം. അവിടെ അവിവേകം ഉണ്ടാവില്ല. ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പുസ്തകത്തിൽ തന്നെയുള്ളൂ എന്നർത്ഥം. എത്ര പഠിച്ചു എന്നുള്ളതിലല്ല, എത്ര കുറച്ചായാലും അതിൻ്റെതായ വിവേകവും ആ വിവേകത്തിൽ നിന്നുണ്ടാവുക വിവേക വിജ്ഞ
ജ്ഞാന വൈരാഗ്യം. കഴിക്കുന്ന ഭക്ഷണം അതിന് പാകമാവണം, ഇല്ലെങ്കിൽ കുഴപ്പമായി. കഴിക്കുന്ന ഭക്ഷണം എന്നുള്ളതുകൊണ്ട് ആഹാരം എന്നാണ് ഉദ്ദേശിച്ചത്. ആഹാരം എന്ന് പറഞ്ഞാൽ ആഹാരന്തി രീതി ആഹാരമാണ്. വായിലൂടെ കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണിലൂടെയും കാതിലൂടെയും മൂക്കിലൂടെയും നാക്കിലൂടെയും ഒക്കെ കഴിക്കുന്നത് അതിലും വലിയ കേമായാൽ ഇന്നിപ്പോൾ അതാണല്ലോ. കണ്ണിലൂടെയാണ് 70% ആഹരിക്കുന്നത്, ബാക്കി 30 ഉള്ളൂ ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്താൽ. അതുകൊണ്ട് കഴിക്കുന്ന അതിലൂടെ കഴിക്കുന്നത് മാത്രം കേമായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ കഴിക്കുന്നത് എന്താ നോക്കണം. അതൊക്കെ അതിൽ അപ്പുറത്തുണ്ടാവും. പുസ്തകം മാറ്റി വയ്ക്കേണ്ടി വരും അല്ലേ? ആ പഠിച്ച അറിവ് വേറെ ആയിരിക്കും. സീരിയൽ കാണുന്ന ഒരാൾക്ക് അതായിരിക്കും ഉള്ളിലുണ്ടാവുക, അത് അനുസന്ധാനം ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അനുസന്ധാനം ചെയ്താൽ എന്തായി തീരും? നല്ലത് അതന്നെയാണ്. അതെ, മാപ്പ് കിട്ടും. നമ്മള് ഏതിന്റെ അപ്പുറത്ത്? മനസ്സിലായില്ല. അതൊക്കെ ടോപ്പ് വേദാന്താണ്. അത് വിദ്യാർത്ഥികളല്ല. അത് ഏറ്റവും ടോപ്പിൽ നമ്മൾ പഠിച്ചത് വലിയ കാര്യമൊന്നുമില്ല. ആദ്യം പറയാറില്ലേ, കാരണം ഒരു ബിൽഡിങ്, ഒരു കെട്ടിടം ഉണ്ടാക്കുന്ന സമയത്ത് മുകളിൽ 2 പടി വാർത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് ആ കെട്ടിടത്തിന് തന്നെ അഭംഗിയാണ്. അതേസമയത്ത് അതേ 2 പടി താഴത്താണ് വാർത്തിരുന്നതെങ്കിൽ മുകളിലേക്ക് വീണ്ടും കെട്ടി പൊക്കാമായിരുന്നു. അത് അഭംഗിയല്ല. ഇന്നിപ്പോൾ ഏറ്റവും വലിയ വിവരമൊക്കെ നമുക്ക്, നിങ്ങൾ പറഞ്ഞതിനെ പറ്റി അല്ല പറഞ്ഞത്, പൊതുവെ ഇന്ന് സമൂഹത്തിൽ നടമാടുന്നതാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഘോരഘോരം പ്രസംഗിക്കാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റിയേക്കാം അല്ലേ? പക്ഷെ ആ പറയുന്നതിലുപരി അതല്ല, ആ പറയലല്ല. തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പഠിപ്പിച്ചു, അതുകൊണ്ട് കാര്യമില്ല. തത്തക്കൂടിൻ്റെ അടുത്ത് എന്നാൽ മനുഷ്യ പൂച്ച പൂച്ച എന്ന് പറയാനുള്ള ഒരു തിരിച്ചറിവ് അത് തത്തയ്ക്ക് ഇല്ലല്ലോ. അതേപോലെ ആയിട്ട് കാര്യമൊന്നുമില്ല. തിരിച്ചറിവാണ് ഇത്. തിരിച്ചറിവില്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. ചിലതൊക്കെ നമ്മളെ കൊണ്ടാണ്, ഇതെനിക്കും ബാധകമാണ്, മറ്റുള്ളവർക്ക് ബാധകമാണെന്ന് പറയും. മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ബാധകമാണ് എന്നുള്ള തോന്നലുണ്ടായാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? വ്യയേ കൃതേ വർദ്ധത ഏവ നിത്യം വിദ്യാധനം സർവധനാൽ പ്രധാനം. ചിലവാക്കും തോറും അത് കൂടും. എത്രത്തോളം മറ്റൊരാളോട് പറയുന്നു അത്രത്തോളം നമുക്ക് അനുസന്ധാനം വന്നു ചേരും. അങ്ങനെ അനുസന്ധാനത്തിലൂടെ വാസ്തവത്തിൽ ഞാൻ ആരാന്നുള്ളത് അറിയുന്നതോടുകൂടി അയാൾ ആരായി? കേവലം ഒരു ജീവനല്ല, കുടുങ്ങിക്കിടക്കുന്നവനല്ല, ഒരു ഈ 5 ആവരണങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ജീവഭാവം അല്ല, ഞാനൊരു ചുമരുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു ജീവിയല്ല. ആ ജീവഭാവത്തിൽ നിന്ന് അയാൾ ഉയർന്നു. അവിടെ അത് അനുസന്ധാനം ചെയ്യാൻ തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. അതിന് വ്യത്യസ്തമായ തലത്തിലൂടെ നോക്കിക്കാണാൻ ചെയ്യുന്നത്. ആത്മൈവേദം ജഗൽ സർവം ആത്മനോന്യന്യ കിഞ്ചന മൃദോ യദ്വദ്ഗടാദീനി സ്വാത്മാനം സർവമീക്ഷതേ. കുടം മുതലായവ മണ്ണിൽ നിന്ന് ഭിന്നങ്ങളല്ലയോ, അതേ പ്രകാരം ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ആത്മാവ് തന്നെ. ആദ്യം പ്രത്യേകാത്മാവിനെ അറിയണം, അതാണ് എളുപ്പം. അവിടെയുള്ള ഈശ്വരനെ അറിയുന്നതിനെക്കാട്ടും നല്ലത് ഇവിടെ തന്നിൽ താനായി നിലകൊള്ളുന്ന അതിനെ അറിയുകയാണ്. അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക് ഉള്ളിൽ, എൻ്റെ ഉള്ളിലുള്ളത്, ആ ഉള്ളിൽ എന്നുള്ളത് തന്നെ വഴി മാറി പോകരുത് എന്നുള്ളതുകൊണ്ടാണ് അതിനെ ഏറ്റവും കൂടുതൽ ഈ പുസ്തകത്തിൽ നിർവചിക്കപ്പെട്ടത്. ഈ ഉള്ളിൽ എന്നുള്ളത് പാത്രത്തിലിട്ട ഇലന്തിപ്പഴം കണക്കെ ആയി പോകരുത് എന്നുള്ള നല്ലൊരു ഉദ്ദേശശുദ്ധിയോടുകൂടി നമ്മുടെ ആചാര്യന്മാർ നമുക്ക് വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുകയാണ്. പ്രകരണ ഗ്രന്ഥങ്ങളെല്ലാം ഉപനിഷത്ത് തത്വങ്ങളെ നിർവചിക്കാനുള്ളതാണല്ലോ. അതുപോലെ ഈ വേദവാക്യങ്ങൾക്ക് ലജ്ജയില്ല എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ അല്ലേ? എന്തായിരുന്നു വാക്യം? വാക്യം പഠിച്ചില്ലായിരുന്നു പ്രശ്നവശത്തില് സ്വാമിജിയുടെ തരുന്നു. ജാമിത അല്ലേ? പിന്നെ മന്ത്രാണാൻ ജാമിത അസ്തിനം, അങ്ങനല്ലേ? ഒരു വാക്യം പഠിച്ചില്ലായിരുന്നു പ്രശ്നവശത്തിൽ പഠിച്ചിട്ടുണ്ട്. മന്ത്രങ്ങൾക്ക് ലജ്ജയില്ല എന്നാണ് അതിന്റെ അർത്ഥം.
എത്ര പ്രാവശ്യം ആവർത്തിച്ചാലും ലജ്ജിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. വീണ്ടും വീണ്ടും ഇയാൾ തന്നെയാണല്ലോ പറയണത്. മന്ത്രങ്ങൾക്ക് ലജ്ജയില്ല. പറഞ്ഞാലും എത്ര കാലം പറഞ്ഞാലും എപ്പോഴാണോ നമ്മളിൽ ഉറക്കുന്നത് പിന്നെ നമ്മളത് കേൾക്കുന്നില്ല. അപ്പൊ കേൾക്കാൻ ആളുള്ള കാലത്തോളം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അതല്ലാതെ വേറെ മാറ്റി പറയാനൊന്നുമില്ല. ഇതേ മണ്ണും കൊടോ അല്ലാതെ എന്താ പറയാനുള്ളത്? കയറും പാമ്പും അല്ലാതെ എന്താ പറയാനുള്ളത്? ഇനി അതിനെ മാറ്റിയാലും ഇത്രയൊക്കെ മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ളത് അറിയാം. ഇത് കേട്ട് കേട്ട് മടുത്ത ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയണത്. എന്തിനാ പിന്നെയും പറയണത്? നമ്മൾ വീണ്ടും കേൾക്കാൻ ഇരിക്കുന്നത് കൊണ്ട്. കേൾക്കാൻ ഇരിക്കുന്ന കാലത്തോളം നമ്മൾ കേട്ടിട്ടില്ലെന്നർത്ഥം. കേട്ടാ പിന്നെ കേൾക്കൂ. ചെവി ഈ ഗോളകങ്ങൾ കേട്ടു സഹിച്ചു എന്നുള്ളതുകൊണ്ടല്ല പറഞ്ഞത്. അത് ഉള്ളിൽ നമ്മൾ ഈ കേട്ടത് ഞാൻ ശരിക്കും കേട്ടുവോ, ശരിക്കും അനുസന്ധാനം ചെയ്തു എങ്കിൽ പിന്നെ ഒരിക്കലും പിന്നെ അത് കേൾക്കാൻ നമ്മൾ പോയിരിക്കുന്നില്ല. അതുകൊണ്ട് ആത്മാവിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടി അനേകം വാക്യങ്ങളെ ശ്രുതിയും സ്മൃതിയും അങ്ങനെ നിരത്തുക തന്നെയാണ് ചെയ്യുന്നത്. എത്ര നിരത്തിയിട്ടും മതിയാവുന്നില്ല. വേദാന്ത സിദ്ധാന്ത പ്രകാരം കാരണത്തിൽ നിന്ന് കാര്യം ഭിന്നമല്ല. സ്വർണം കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ യഥാർത്ഥത്തിൽ സ്വർണം തന്നെയാണല്ലോ. കാര്യം എന്നത് കേവലം സങ്കല്പം മാത്രം. കാര്യം എന്നുള്ളത് സങ്കല്പമാണ്. ഇതിനൊന്നുകൂടി യോഗവാസിഷ്ഠം എടുത്തു പറയും. യോഗവാസിഷ്ഠം പറയുന്നത് ഇവിടെ വേദാന്തി പറയുന്ന സ്വർണത്തിൽ നിന്ന് ഭിന്നമായി ആഭരണമില്ലെന്നും വെള്ളത്തിൽ നിന്ന് അന്യമായി നുരയും പതയും തിരയും ഇല്ലെന്നും മണ്ണിൽ നിന്ന് അന്യമായി കുടമില്ലെന്നും കുടവും ചട്ടിയും ഇല്ലെങ്കിലും ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ചാണകത്തിലുള്ള പുഴുവെ ഞാൻ എങ്ങനെ മനസ്സിലാക്കണം? സ്വർണത്തിൽ നിന്ന് അന്യമായ ആഭരണം ഇല്ല എന്നാണ് അദ്വൈതം, അല്ലേ? സ്വർണം തന്നെയല്ലേ ആഭരണ വൈവിധ്യങ്ങളായി തീർന്നത്. ആഭരണവും സ്വർണവും വേറെ അല്ലല്ലോ. അത് നമുക്ക് അനുസന്ധാനം ചെയ്യാൻ പറ്റില്ലേ? വെള്ളത്തിൽ നിന്ന് നുരയും പതയും തിരയും ഉണ്ടാകുന്നു, അപ്പോഴും അത് വെള്ളം തന്നെയാണ് എന്ന് അനുസന്ധാനം ചെയ്തൂടെ? അദ്വൈതം ദർശിച്ചൂടെ? പക്ഷേ ചാണകത്തിലുള്ള പുഴുവെ ഞാൻ എങ്ങനെ അദ്വൈതം ദർശിക്കും? ഇതാണ് യോഗവാസിഷ്ഠത്തിൽ രാമന്റെ ചോദ്യം. അവിടെയാണ് ഇവിടെ വരുന്നത്. എന്ത്? ഇവിടെ യഥാർത്ഥത്തിൽ ഈ കാര്യം എന്നത് കേവലം സങ്കല്പം മാത്രം എന്നുള്ള പോയിന്റ് അവിടെയാണ് ചിന്തിക്കേണ്ടത്. മുട്ടയാണോ കുട്ടിയാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിച്ചാൽ അവിടെ അനവസ്ഥാദോഷം വരും. ഈ ആഭരണ വൈവിധ്യങ്ങളുടെ പിന്നാലെ ഇത് ഏതാണ് ആദ്യം ഉണ്ടായതെന്ന് നോക്കിപ്പോയാൽ, ഇതിൽ ഏതാണ് ശരിയെന്ന് നോക്കിപ്പോയാൽ, അതായത് കുടമാണോ ചട്ടിയാണോ ശരിയെന്ന് ചോദിച്ചു പോയാൽ, ഞാനാണോ നിങ്ങളാണോ ശരിയെന്ന് ചോദിച്ചു പോയാൽ എന്തുണ്ടാവും? ഇത് വാസ്തവത്തിൽ ശരി തെറ്റുകൾ വിലയിരുത്തി അവസാനം ഒന്ന് കാര്യം ഒന്ന് കാരണം, ഒന്ന് കാര്യം ഒന്ന് കാരണം, കാരണം ഭിന്നമായി കാര്യമില്ല എന്നുള്ള തലത്തിൽ നമുക്ക് എത്താൻ കഴിയില്ല. ഇതൊക്കെ കാര്യങ്ങളാണെന്ന് വരും. കാര്യമായി പരിണമിക്കാത്ത യാതൊരു കാരണമുണ്ടോ അതാണ് എന്ത്? ബ്രഹ്മം എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് അനവസ്ഥാദോഷം വരുന്നില്ല. എന്നാൽ ദൃഷ്ടാന്തത്തിൽ ഇങ്ങനെയൊക്കെ പറയും. ഏത്? മണ്ണിൽ നിന്ന് കുടമുണ്ടായതുപോലെ, സ്വർണത്തിൽ നിന്ന് ആഭരണം ഉണ്ടായതുപോലെ. വാസ്തവത്തിൽ ഇതൊന്നും ശരിയല്ല. അതൊക്കെ നമുക്കൊരു ദൃഷ്ടി ഉറക്കുന്നത് വരെ ഇതൊക്കെ പറ്റൂ. മണ്ണ് എവിടെ നിന്നുണ്ടായത് ചോദ്യം. അപ്പൊ ദൃഷ്ടാന്തം എന്തിനു വേണ്ടിയുള്ളതാണ്? ഏകദേശ ബോധകത്വമേ ദൃഷ്ടാന്തത്തിനുള്ളൂ. അതിനപ്പുറത്ത് അതിന് മേൽ പിടിച്ചു തൂങ്ങരുത്. പലർക്കും ഉണ്ടാവുന്ന പ്രശ്നം അതാണ്. നമ്മൾ വ്യാവഹാരികമായി ഈ പ്രപഞ്ചത്തിൽ ഇരുന്നുകൊണ്ട്, ഈ സ്വപ്നത്തിൽ ഇരുന്നു കൊണ്ട് സ്വപ്നത്തിനെ വിലയിരുത്താൻ വേണ്ടി, ജാഗ്രതനെ വിലയിരുത്താൻ വേണ്ടി നോക്കും. സ്വപ്നത്തിൽ ഇരുന്നു കൊണ്ട് ജാഗ്രതനെ വിലയിരുത്താൻ നോക്കും. ഇതെല്ലാം എന്താണ്? കാര്യമാണ്. കാര്യത്തെ നോക്കിക്കൊണ്ട് അതിന് കാരണം തേടാൻ എവിടെന്നാ നോക്കുന്നത്? കാര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ജ്ഞാനി അയാള് എങ്ങനെയാ ഇരിക്കുക, എങ്ങനെയാ വർത്താനം പറയുക, എങ്ങനെയാ നടക്കുക, അയാൾക്ക് എന്താ എന്നിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്താ പ്രത്യേകത ഉള്ളത്, അയാൾ ജ്ഞാനം നേടിയ അവസ്ഥയിൽ അയാൾ എന്തായിത്തീരും? ചോദ്യം വരുന്നില്ലേ? അപ്പൊ ഇതൊക്കെ എവിടെ നോക്കിയിട്ടാ പറയണത്? ജ്ഞാനിയായാലും അജ്ഞാനിയായാലും മഹാത്മാവായാലും ദുരാത്മാവായാലും ഇതൊക്കെ കാര്യമാണ്. ക്ലാസ് എടുക്കുന്നതും ക്ലാസ് കേൾക്കുന്നതും ഒക്കെ എന്താണ്? അവിടെ ജ്ഞാനി അജ്ഞാനി വേറുണ്ടോ? ഒക്കെ അജ്ഞാന കാര്യമാണ് തന്നെയാണ്. കാര്യം തന്നെയാണ് അജ്ഞാനം. പോരാ, ഇതൊക്കെ വ്യവഹാരത്തിലാണ്. ജ്ഞാനിയായാലും അജ്ഞാനിയായാലും ഭക്ഷണം കഴിക്കുന്നത് എവിടെയാണ്? പരമാർത്ഥത്തിലായത് ഭക്ഷണം കഴിക്കാൻ പറ്റും, വ്യവഹാരത്തിലെ.
അപ്പൊ ഇതിനെ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ജ്ഞാനിക്ക് എന്താ പ്രത്യേകത? അപ്പൊ ഞാനൊരു ജ്ഞാനിയായാൽ ഞാൻ എങ്ങനെയാവും? നമ്മൾ അനുസന്ധാനം ചെയ്യും. ഇങ്ങനെ അനുസന്ധാനം ചെയ്യാൻ പോയാൽ എന്തായി തീരും? എവിടെ എത്തില്ല. കാരണം നമ്മൾ സ്വപ്നത്തിലിരുന്നു കൊണ്ട് ഇതിനെങ്ങനെ സ്വപ്നം കാണുക ഇവിടെ ഇരുന്നിട്ട്. സ്വപ്നത്തിൽ നമ്മളിങ്ങനെ പലതും പറഞ്ഞ് രസിച്ച് പറഞ്ഞിരിക്കുക. പക്ഷെ അതിന് ഉണർന്നു കഴിഞ്ഞാൽ അതിന് ഗുരുദേവൻ അങ്ങനെയാ പറയാം. അതിന് ഉണർന്നാലോ ഇനി ഉണരരുത് എന്ന് പറയും. ഇനി ഉണരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇനി ഉറങ്ങരുത്. ഇതാണ് ഒരു ജീവൻ മുക്തി ലക്ഷണത്തെക്കുറിച്ച് നിർവചിക്കുന്നത് ഇതിലൂടെ. ഇതൊക്കെ സങ്കല്പമാണ്, ഇതൊക്കെ കാര്യമാണ്. കാരണം എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ടോ അത് കാര്യത്തെ അപേക്ഷിച്ചുകൊണ്ടാ കാരണം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ കാരണം എന്നൊക്കെ പറയാറുണ്ട്. എന്താ ചെയ്യുക? വാക്കിന്റെ പരിമിതി ഇവിടെ ഒക്കെ പ്രകടമാവും. അല്ലാതെ എങ്ങനെ നമുക്കത് മനസ്സിലാക്കി തരും ആചാര്യൻ? കാരണം എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ തന്നെ കാരണം, ആദ്യം പറഞ്ഞ കാരണം കാര്യമായില്ലേ? ബ്രഹ്മം എന്ന് പറയുന്ന സമയത്ത് ആ വാക്കിനെ തന്നെ ഇതിനെ നിർവചിച്ചു. എന്താ നിർവചിച്ചത്? ഈ കാണപ്പെടുന്ന ഇതിന്റെ മുഴുവൻ വാസ്തവം യാതൊന്നോ അതാണ് ബ്രഹ്മം. വസ്തുസത്ത യാതൊന്നിനുണ്ടോ അതാണ് വാസ്തവം. ഇതൊക്കെ വാക്കിന്റെ പരിമിതി വെച്ചിട്ട് തന്നെ പറയുന്നത്. അവിടെ ശബ്ദം പോലും ഉപയോഗിക്കാൻ പറ്റില്ല. എല്ലാം ബ്രഹ്മമാണ് എന്ന അനുഭവബലം കൊണ്ട് അറിയുന്ന യോഗി നാമരൂപാത്മകമായി ഈ പ്രപഞ്ചത്തിന്റെ പരിമിതികൾക്ക് അതീതനാണ്. നാമരൂപാത്മകമായ പ്രപഞ്ചത്തിന് അതീതനാണ്. ആരോപിക്കപ്പെട്ട അഗ്നി വള്ളിക്കുടിലുകളെ കത്തി നശിപ്പിക്കുന്നില്ല. ആരോപിക്കപ്പെട്ട അഗ്നി, അതായത് ആ തീ ഇപ്പോ അത് കത്തിച്ച് ചാമ്പലാക്കൂട്ടോ എന്ന് നമ്മൾ ഒരാളോട് പറഞ്ഞു വിചാരിക്കുക. അവിടെ ആരോപിക്കപ്പെട്ട അഗ്നിയാ, വാസ്തവത്തിൽ അഗ്നിയില്ല. അവിടെ ഒരു അഗ്നി ഉണ്ടായിട്ടില്ല, കത്തിയിട്ടില്ല, കത്തിച്ചിട്ടില്ല. പക്ഷെ വെറുതെ പറഞ്ഞു. ഇതുപോലെയാണ് എന്ത്? അയാളുടെ ബാഹ്യമായ ഒന്നും തന്നെ പരമാർത്ഥ തലത്തെ അറിയാനോ അത് ബാധിക്കുന്നതോ അല്ല. ഒരു ബ്രഹ്മജ്ഞാനി ഇങ്ങനെയൊക്കെ ആയിരിക്കണം അയാളുടെ, അല്ലേ? ഇതാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ 2-ാം അധ്യായം നിർവചിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കുറേ നിർവചനങ്ങൾ വരും. എന്നാലും അതിന് ഉപരിയാണ് പ്രഥമ ദൃഷ്ട്യ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവിടെ നിർവചിക്കുക. നമ്മൾ എപ്പോഴും പോകുന്നത് എന്താ വെച്ചാൽ അയാൾ എങ്ങനെയാവും, ഞാൻ ഇപ്പം അങ്ങനെ അയാൾ അങ്ങനെ എങ്ങനെയാവും, ഇതൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. അതല്ല അനുസന്ധാനം. വാസ്തവത്തിൽ അനുസന്ധാനം എന്തേ ഉള്ളൂ? എന്താവും? എന്താണോ അത്. ഇത് തന്നെ. ഇത് ഞാൻ എവിടുന്ന് വരുന്നു എന്ന് അന്വേഷിക്കുന്നു. അന്വേഷിച്ച് എന്താ ചേരുന്നുവോ അപ്പൊ മനസ്സിലാവും എന്ത്? ഇനി അന്വേഷിക്കുന്നവനും അന്വേഷണവും അന്വേഷിച്ച് എത്തിച്ചേരേണ്ട ഒരു തലവും 3 ത്രികുടികളൊന്നും അവിടെ ഇല്ല. അത് സ്വാനുഭവമാണ്. അതിൽ നിന്ന് വന്ന വാക്കുകൾക്ക് പരിമിതിയുണ്ട്. എന്നാൽ അവരുടെ ആ അനുഭൂതി തലത്തിൽ നിന്ന് വന്ന, ആ അനുഭവ സമ്പത്തിൽ നിന്ന് വന്ന, അനുഭവിക തലത്തിൽ നിന്നുണ്ടായ വാക്യങ്ങളെ കൊണ്ട് നമുക്ക് അവരുടെ തലത്തിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതൊക്കെ അയാൾക്ക് യഥാർത്ഥത്തിൽ സംസാര ബന്ധമില്ല എന്ന് പറയാം. യഥാർത്ഥത്തിൽ സംസാര ബന്ധമില്ല. അപ്പൊ അയഥാർത്ഥത്തിൽ സംസാര ബന്ധം ഉണ്ട് എന്നവിടെ വന്നു. അയാൾ ഭൂമിയെ സ്പർശിക്കുന്നില്ല എന്നൊരു തലത്തിൽ പറഞ്ഞു. അപ്പൊ അതിനെന്ത് മനസ്സിലാക്കണം? ഭൗമ പദാർത്ഥങ്ങളുമായി അയാൾക്ക് ബന്ധമില്ല എന്ന് മനസ്സിലാക്കി. ഈശ്വരൻ ഭൂമിയിൽ തൊടുന്നില്ല എന്ന് പറഞ്ഞു. എങ്ങനെ മനസ്സിലാക്കും? ഈശ്വരൻ വായു കൂടെ നടക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ആകാശത്ത് കൂടെ നടക്കുന്ന ആളാണ് എന്നൊക്കെ നമ്മൾ അനുസന്ധാനം ചെയ്യാൻ പോയ കുഴപ്പമായി. മറിച്ച് എന്ത് വേണം? ഭൗമ പദാർത്ഥങ്ങൾ. അപ്പൊ നമ്മൾ മുമ്പ് പഠിച്ചതൊക്കെ പോകണം. ഏതൊക്കെ? പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരം. ഏതൊക്കെയാ പഞ്ചഭൂതങ്ങള്? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ആ പഞ്ചീകരണ പ്രക്രിയ ഒക്കെ ഓർമ്മിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഭൗമ പദാർത്ഥങ്ങളുമായി ബന്ധമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ അനുസന്ധാനം ചെയ്യേണ്ടി വരും. എന്തൊക്കെ അനുസന്ധാനം ചെയ്യേണ്ടി വരും? അതായത് ആകാശത്തിന്റെ സ്വഗുണമായ ഏതാണ്? ശബ്ദ തന്മാത്ര. അതുപോലെ വായുവിന്റെ സ്വഗുണമായിരിക്കുന്ന സ്പർശ തന്മാത്ര. അഗ്നിയുടേതായ രൂപ തന്മാത്ര. അനുബന്ധ ഗുണങ്ങളും മറ്റതൊക്കെ വരുന്നുണ്ട്. ശബ്ദസ്പർശ രൂപം വരുന്നുണ്ട്. രൂപം. രസം എന്നുള്ളത് ജലത്തിന്റെ, ഗന്ധം എന്നുള്ളത് ഭൂമിയുടെ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും അനുസന്ധാന പ്രക്രിയ സ്വാഭാവികമായി നടക്കും. എന്നിട്ട് ഭൗമ പദാർത്ഥങ്ങളുമായി ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞാൽ എത്ര സുഖം മനസ്സിലാക്കാൻ. പക്ഷെ അത് മനസ്സിലാക്കണ്ടേ? ഇല്ലെങ്കിൽ എന്തുണ്ടാവും? കാല് ഉയർത്തി നടക്കും, അല്ലേ? കാല് ഉയർത്തി നടക്കാൻ പറ്റുമോ നോക്കുക. അതിന് വല്ല ഉപകരണങ്ങളും ചിലപ്പോൾ കണ്ടെത്തിന്ന് വരും. ഇങ്ങനെയാണ് ഞാൻ ആരാണ്, അല്ലേ? ഞാൻ ഭൗമ പദാർത്ഥങ്ങളുമായി ഒരു ബന്ധമില്ലാത്ത. ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഇതിനെ മനസ്സിലാക്കരുത്.
അയാൾ പ്രഥമ ദൃഷ്ടിയിൽ അയാൾ ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്നത് പോലെ തോന്നിയേക്കാം, എന്നാൽ യഥാർത്ഥത്തിൽ അയാൾക്ക് സംസാര ബന്ധമില്ല. മനസ്സിലാവുണ്ടല്ലോ? ഇതെങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കാൻ അറിയില്ല. സംസാര ബന്ധം അയാൾക്ക് ഇല്ല. ആർക്ക്? പരമാർത്ഥ ജ്ഞാനത്തിൽ ആ ജ്ഞാനിക്ക് സംസാര ബന്ധങ്ങളില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മുടെ ദൃഷ്ടിയിൽ നോക്കിയാൽ എന്താവും? അയാളായിരിക്കാം ഏറ്റവും കൂടുതൽ സംസാര ബന്ധമുള്ള ആള്. എന്താ? അങ്ങനെയല്ലേ? അപ്പൊ എങ്ങനെ മനസ്സിലാക്കണം? എങ്ങനെയാണോ അങ്ങനെ മനസ്സിലാക്കണം. വിപരീതം മനസ്സിലാക്കിയ പോലെയാണ് അർത്ഥം. സംശയത്തിലൂടെയോ വിപരീത ദർശനോ സംസാര ബന്ധം അയാൾക്കില്ല. സംസാര ബന്ധങ്ങളിൽ നിന്ന് എന്തെല്ലാം ദുഃഖങ്ങളും ക്ലേശങ്ങളും ദുരിതങ്ങളും അയാൾക്കുണ്ടോ അത് അയാൾ കാണുന്നില്ല. എന്താ? അങ്ങനെ മനസ്സിലായിക്കൂടെ? നിർഭയത്വം തുടങ്ങിയവ. അപ്പൊ സംസാര ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളുടെ ക്ലേശങ്ങളും നമ്മൾ കാണുന്നു. താടിക്ക് കയ്യും കൊടുത്ത് അല്ലേ, എന്താ ഭഗവാനെ നിവൃത്തി അല്ലേ, ഒന്ന് ചിരിക്കാൻ പോലും കഴിയാതെ എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും തന്നെ പറഞ്ഞ്, സ്വാമിജി നാളെ പറഞ്ഞു 10 മിനിറ്റ് 2 മിനിറ്റ് സംസാരിക്കുമ്പോഴേക്കും 10 കാര്യങ്ങളിൽ തന്റെ പ്രയാസങ്ങളെ നിരത്തുന്ന ആളുകൾ ചുറ്റുഭാഗം കാണുന്നത് അതാണ്. സംസാരം നിവൃത്തിക്ക് വേണ്ടി ഓടുകയാണ്. ആ ഓടുന്ന ആൾക്കാരെ വലയിട്ട് പിടിച്ച് ചൂഷണം ചെയ്യുന്നത് മറ്റൊരു ഭാഗത്ത്. പറഞ്ഞു മനസ്സിലാവണ്ടല്ലോ? ഇപ്പൊ കിട്ടുന്നു വിചാരിച്ചു. കാരണം എല്ലാവരും ദുഃഖിതരാണ്. കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ ഉണ്ട്. ഭൗതിക സുഖഭോഗങ്ങളെ ആവോളം അനുഭവിച്ചിട്ടും ശാന്തിയും സമാധാനവും കിട്ടാതെ അതിനു വേണ്ടി അലയുകയാണ്. ആ അലയുന്ന ആൾക്കാർ ഇത് കിട്ടും എന്നുള്ളത് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. കിട്ടും എന്നുള്ളത് ഒരു വസ്തു ലഭിക്കുന്നത് പോലെ അല്ല അവർ പറഞ്ഞൊന്നും അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ ആചാര്യന്മാരുടെ വാക്യങ്ങളെ പിൻപറ്റി അവർ വിശ്വസിച്ചു പോവുക. സത്യവാക്കുകളായ ഋഷിമാരെ വിശ്വസിച്ചുകൊണ്ട് അവർ തന്നിരിക്കുന്ന പദ്ധതിയിലൂടെ, ആചാര പദ്ധതിയിലൂടെ അവർ മുന്നോട്ട് പോവുക. ബോർഡ് കണ്ടോ? അകത്ത് ചെല്ലുമ്പോഴാണ് എന്ത് മനസ്സിലാവുന്നത്? ശാന്തിയും കൂടി ഇല്ലാതാവുന്ന തലത്തിലേക്ക്. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഈ ബോധം ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് അതിനൊക്കെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെ. ഈ ഒരു ദൃഷ്ടി കൈവന്നില്ലെങ്കിൽ എന്തുണ്ടാവും? നമ്മളൊക്കെ ഇതിൽ പെട്ടുപോകും, ഇന്നല്ലെങ്കിൽ നാളെ. ശാന്തിയും സമാധാനവും നമുക്ക് ലഭിക്കുന്നുണ്ടോ? അത് ശാസ്ത്രം എന്ന് പറയും. സ്വാമിജി പറഞ്ഞു ഒരിക്കല് ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും നമ്മളെ താഴ്ത്തുന്നതായവരുത്. അതേത് പുസ്തകം പറഞ്ഞാലും നമുക്ക് സ്വീകാര്യമല്ല. ഏത് പുസ്തകം ശാസ്ത്രം എന്ന പേരിൽ വിളിച്ചാലും, പുസ്തകത്തെ നമ്മൾ ശാസ്ത്രം എന്ന പേരിട്ട് വിളിച്ചാലും, ഉദാഹരണം അന്ന് പറഞ്ഞ സ്മൃതി ഗ്രന്ഥങ്ങളൊക്കെ, ഇനി ശ്രുതി എന്ന പേരിട്ട് വിളിച്ച ഗ്രന്ഥങ്ങളായാലും ഉപനിഷത്ത് ഗ്രന്ഥമായാലും ശരി, നമ്മെ താഴ്ത്തുന്നതാണോ അത് നമ്മൾ ശാസ്ത്രമായി അംഗീകരിക്കില്ല. ഇതെന്റെ പുസ്തകം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് നമ്മളെ താഴ്ത്തുന്നതാണെങ്കിൽ, നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് നമ്മൾ താഴുന്നതാണെങ്കിൽ അതിന് ശാസ്ത്രം എന്ന് പറയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഗ്രന്ഥമഭ്യസ്യ മേധാവി ജ്ഞാന വിജ്ഞാന തൽപരഃ ഫലാല നിവധാന്യാസി ഇത്യജേത് ഗ്രന്ഥമധ്യസ്ഥ. അരി ആവശ്യമുള്ളവൻ നെല്ല് സ്വീകരിച്ച് ഉമി കളയുന്നത് പോലെ ഒരു തലമുണ്ട്. ആ ദൃഷ്ടി അല്ലാതെ ഈ ദൃഷ്ടിയിൽ നമ്മൾ നോക്കിയാൽ എന്താവും? ഒന്ന് നമുക്കറിയാം, എന്ത്? സംതൃപ്തി. അത് ഏതിൽ നിന്ന് ലഭിക്കുന്നുവോ അതാണ് നമ്മുടെ ഉയർച്ച അല്ലേ? അത് എപ്പോഴേലൊക്കെ നമുക്കൊക്കെ ഉണ്ടാവില്ലേ? അതല്ല, അത് ആർക്കും ഉണ്ടായിക്കൂടെ? അനുകൂല സാഹചര്യത്തിൽ ഞാൻ അല്ലേ വളരെ സന്തോഷവാനാണ്. അനുകൂലം വാ പ്രതികൂലം വാ എന്ത് തന്നെ ആവട്ടെ, അപ്പോഴൊക്കെ അല്ലേ ആത്മജ്ഞാനി ദുഃഖിക്കുന്നില്ലയോ? മറ്റേ ചോദിച്ചില്ലേ, ആത്മജ്ഞാനി ശോകത്തെ തരണം ചെയ്യുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ശോകത്തെ തരണം ചെയ്തിട്ടില്ലല്ലോ, എന്തൊക്കെ പഠിച്ചിട്ടും അതില്ലല്ലോ. അപ്പൊ എന്താ ഇപ്പൊ ലക്ഷണം കാണുക? ശോകത്തെ തരണം ചെയ്തു. ഇത് വേറൊരാൾക്ക് നോക്കാൻ പറ്റുമോ? വേറൊരാൾക്ക് ഇപ്പൊ ഒരാളുടെ മുന്നിൽ കൃത്രിമമായിട്ട് ഞാൻ വലിയ ഇതാണെന്നൊക്കെ അഭിനയിച്ചൂടെ? ഇല്ലേ? അപ്പൊ അവനവനറിയില്ലേ അവനവന് സുഖമാണോ ദുഃഖമാണോ, അവനവന് ശാന്തി ഉണ്ടോ സമാധാനം അവനവനറിയില്ലേ? അവനവന് അനുഭവത്തിൽ ശാന്തി നേടാൻ കഴിയുന്നതാണെങ്കിൽ പിന്നെ വേറൊരാൾ പറയാ നീ ആ വഴിക്ക് പോകണ്ടാട്ടോ എന്ന് പറഞ്ഞാൽ അയാൾ പോകാതിരിക്കും. ഈ ഒരു വെളിച്ചത്തിൽ നമ്മൾ നോക്കിക്കാണണം എന്നാണ്. അല്ലാതെ നിങ്ങൾ ഈ മാർഗത്തിൽ കൂടെ തന്നെ പോകാവൂ, ഇത് കൂടെ പോയാൽ നിങ്ങൾക്ക് ശാന്തി കിട്ടും എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാൽ, ഏതൊരു ആചാര്യൻ പറഞ്ഞാൽ എന്ത് വേണം?
അത് അങ്ങേക്ക് നല്ലത്, എനിക്ക് പറ്റില്ല. ആ ഒരു സ്വാതന്ത്ര്യം, സർവതന്ത്ര സ്വതന്ത്രത, സ്വാതന്ത്ര്യം, അത് കൊടുക്കുന്ന ഭാവമാണ് ഇത്. സ്വത്വത്തിൽ ഓക്കെ. അതുകൊണ്ട് ഇവിടെ മുക്തനായതുകൊണ്ടാണ് ഏത് ജീവൻ മുക്തൻ എന്ന് പേര് സിദ്ധിച്ചത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തൻ, മരിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്ക് വേണം, വേണ്ടവരെടുത്തോട്ടെ. കാരണം അത് അദൃഷ്ടമാണ്, ഇത് ദൃഷ്ടമാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിന് നമ്മൾ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാലും അതൊക്കെ അല്ലേ നമുക്കിപ്പോൾ പറയാൻ പറ്റുക, അല്ലേ? അപ്പോൾ അവരൊക്കെ ദേഹം കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പല പ്രയാസങ്ങളും പല കഷ്ടപ്പാടുകളും അത്രയും അധികം കർമ്മങ്ങളൊക്കെ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏതൊരു മഹാത്മാവിനെ നോക്കിക്കോളും. പക്ഷേ ആ ക്ലേശങ്ങളൊന്നും ബാധിക്കാതെ, കാരണം ഉള്ളിൽ എന്തുണ്ടോ അതായിരിക്കില്ലേ പുറത്ത് കൊടുക്കുക. അല്ലാത്തത് കൊടുക്കാനൊക്കെ പറ്റും, പക്ഷെ എന്നാലും തിരിച്ചറിയും. പക്ഷെ ഉള്ളിന്ന് ഞാൻ ഒരിക്കലും നിവൃത്തിയെ അന്വേഷിക്കാത്ത ഒരാളായിരുന്നു ആര്? ഈ മഹാത്മാക്കളൊക്കെ അല്ലേ. എന്താ ഭഗവാനെ നിവൃത്തി എന്ന് അവർ ചോദിക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? അവർ നിവൃത്തരായിരുന്നു. പ്രവൃത്തൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുമെന്ത്? എന്താ ഭഗവാനെ നിവൃത്തി? എന്താ പോകുന്നവര് നിവൃത്തി? അവരെ കൊണ്ട് കഷ്ടപ്പെട്ടു, ഇവരെ കൊണ്ട് കഷ്ടപ്പെട്ടു, അല്ലേ? ചിലരൊക്കെ ആശ്രമത്തിൽ വരും, കുട്ടികളെ കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് ചിലർക്ക് കുട്ടികളില്ലാഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വരും. എന്തുണ്ടായാലും എന്ത് നിവൃത്തി, എന്താ ഇപ്പൊ നിവൃത്തി എന്ന് ചോദിച്ചു വരുന്നതാണ്. അവരാരും ഒരിക്കലും നിവൃത്തി അന്വേഷിച്ചിട്ടില്ല. ഒരിക്കലും ഒരാള് രണ്ട് കുട്ടികളെ വളർത്തിയതിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ സ്വാമിജി പറഞ്ഞു കൊടുത്തു, 49 ഉണ്ട് ഇവിടെ, നമുക്കൊരു കഷ്ടപ്പാട് തോന്നിയില്ല. എന്തുകൊണ്ടാണിത് വരാൻ കാരണം? എൻ്റെ എന്നുള്ള ഭാരമെടുത്ത് തളർന്ന് ക്ഷീണിച്ചിരിക്കുക. ഞാനല്ലേ നിങ്ങൾക്ക് ഉത്തരവാദി, എൻ്റെ അല്ലേ ഇതൊക്കെ. ഈ ഞാനും എൻ്റെ ഉണ്ടല്ലോ, അത് ക്ഷീണിപ്പിക്കുന്നതാണ് അർത്ഥം. വാസ്തവത്തിൽ അല്പം ചിന്തിച്ചാൽ എന്ത്, ഞാൻ തന്നെ അങ്ങയുടേതാണെങ്കിൽ പിന്നെ എൻ്റേതായിട്ട് എന്താ ഉള്ളത്? സ്വരൂപാനുസന്ധ. ബസ് കയറുന്ന ആളോട് ചോദിച്ചിട്ടേ, ഈ തലയത്തെ ഭാര്യയെങ്കിലും ഇറക്കി വെച്ചൂടെ? എൻ്റെ ഇനി എന്തിനാ തലയത്തെ ഭാര്യ ഇറക്കി? എൻ്റെ ഭാര്യ ബസ് കയറ്റണം, ഇനി തലയത്തെ ഭാര്യയെങ്കിലും ഞാൻ ഏറ്റട്ടെ എന്ന് പറഞ്ഞ പോലെയാണ് ഇത് നമ്മളിത് കൊണ്ടിറക്കണതേ. ഞാൻ ഇല്ലെങ്കിൽ കാണായിരുന്നു, അല്ലേ? ഞാനില്ലെങ്കിൽ നിങ്ങളിതൊക്കെ കേൾക്കുവോ? ആയിക്കൂടെ ഇങ്ങനെയാണ് തോന്നിപ്പോയാ എന്താ ചെയ്യാ, അല്ലേ? ഇത് മാത്രമൊന്നുമല്ല, ഏത് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ ഇത് ഉൾക്കൊള്ളിച്ചത് കാണാം, അല്ലേ? ഗോവർദ്ധനം, അല്ലേ? ഗോവർദ്ധനോദ്ധാരണമൊക്കെ ചിന്തിക്കുന്നില്ലേ? എന്താ ഓരോ തരത്തിലുള്ള അഭിമാനം, അല്ലേ? നമ്മളില്ലെങ്കിൽ എന്താവും? അത്രയൊന്നും വേണ്ട, നമ്മളെ ജീവിതത്തേക്ക് നോക്കും, നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കും. ഞാൻ ഇല്ലെങ്കിൽ ഇതൊക്കെയാണ് പോയി യഥാർത്ഥ ഞാൻ മനസ്സിലാവും. ഇതിനെ എങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചിന്തിക്കാം. അവിടെ ഉപസ്മരിക്കുന്നു. എന്നിട്ട് പറയാണ്, ജീവൻ മുക്തസ്തുതദ്വിദ്വാൻ പൂർവോവാദി ഗുണം ത്യജേത് സച്ചിദാനന്ദരൂപത്വാത് ഭവേത് ഭ്രമര കീടവത്. ഇതൊക്കെ നാളെ ചിന്തിച്ചതാണ്, വീണ്ടും അതിനെ ചിന്തിക്കുന്നത്. ഇതന്നെ അല്ലാതെ വേറൊന്നും പറയാല്ല. എന്നിട്ട് അവസാനം ഉപസംഹരിച്ചു, യല്ലാഭാന്നാ പരോ ലാഭോ യസുഖാന്നാ പരം സുഖം യജ്ഞാനാന്നാ പരം ജ്ഞാനം സദ്യന്യേത്യവതാരയേത്. ഇതിൽ കവിഞ്ഞിട്ട് വേറെ ലാഭമൊന്നുമില്ല. ഏത് ലാഭം? യാതൊന്നിന്റെ ലാഭത്തേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊരു ലാഭമില്ലയോ, യാതൊരു സുഖത്തേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു സുഖമില്ലയോ, യാതൊരു ജ്ഞാനത്തേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ജ്ഞാനമില്ലയോ. അതാണ് എന്ത്? അതാണെന്ത്? ബ്രഹ്മം എന്നറിയൂ. പരമില്ല അവിടെ, പരം ആപേക്ഷികമാണ്. പരമാപേക്ഷികമാണ്. ജീവാത്മാ പരമാത്മാ അത് ശ്രേഷ്ഠമായ തലമൊന്നുമല്ല. എന്തിനെ അപേക്ഷിച്ച്? ജീവനെ അപേക്ഷിച്ച് പരം. ജീവ പര വെട്ടിക്കളഞ്ഞാൽ യാതൊന്നുണ്ടോ? അത് ആത്മാ. പ്രത്യക് ഉള്ളിൽ, അല്ലാത്തതോ പുറത്ത്. ബ്രഹ്മം എന്ന് പറയുന്നത് പലപ്പോഴും പ്രത്യേകാത്മാവിനെ അല്ല, തന്നിൽ എന്നുള്ള അർത്ഥത്തിലാണ്. ഏത്? ആ ബ്രഹ്മത്തെ കൊണ്ട് തന്നെയാണ് ഏത്?
തന്നിൽ എന്നുള്ളതാവുമ്പോൾ അവിടെ പ്രത്യേകാത്മാവെന്ന് വരും. ആത്മശബ്ദം പലപ്പോഴും തൻ്റെ ഉള്ളിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അവിടെ ഈ മതിലുകൾ ഏതിനെയാണ്? ഞാൻ ഈ ഹാളിനുള്ളിൽ എന്ന് പറഞ്ഞു. എന്തിനെ അപേക്ഷിച്ച്? ഉള്ളിൽ. ഈ ചുമരിനെ ഈ ചുമരുകൾക്കുള്ളിൽ, ഈ ചുമരിനെ അപേക്ഷിച്ച് ഞാൻ ഉള്ളിലാണ്. അല്ലെങ്കിൽ ഞാൻ ഉള്ളിലാണോ? ഈ പുറത്ത് എന്ന് പറഞ്ഞു. എന്തിന്റെ പുറത്ത്? ഇതിന്റെ പുറത്ത്, ഈ ചുമരുകൾക്ക് പുറത്ത്. അപ്പൊ ഈ ചുമരില്ലെങ്കിലോ? അപ്പൊ ഞാൻ ഉള്ളിലും അല്ല പുറത്തും അല്ല. അതുകൊണ്ട് ഉള്ളിലെന്നും പുറത്തെന്നുള്ളതും ഒക്കെ എന്താണ്? പരിമിതമായ ദൃഷ്ടിയിലാണ്. മനസ്സിലാക്കിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, മനസ്സിലാക്കണം. അപ്പൊ എന്തായി? ഞാൻ ഉള്ളിലും അല്ല പുറത്തും അല്ല. ഈശ്വരൻ ദൂരെ, അതെവിടെയാ? അത് അവിടെ, ശബരിമലയിൽ. അല്ലെങ്കിലോ തദന്തികെ, എൻ്റെ ഉള്ളിൽ. ഉള്ളിലെന്നും ദൂരെ എന്നും അടുത്തെന്നും പറഞ്ഞു, അല്ലെങ്കിൽ ഉള്ളിലെന്നും പറഞ്ഞു, പുറത്തെന്നും പറഞ്ഞു. ഇതിന്റെ അർത്ഥം എന്താ? ഉള്ളിലും അല്ല പുറത്തുമല്ല, ദൂരെയല്ല അടുത്തുമല്ല. അതിനെയാണ് ദൂരെയെന്നും അതേ സമയത്ത് തന്നെ തിരിച്ചു പറഞ്ഞു. എന്ത്? അടുത്തെന്ന് പറഞ്ഞു, അകത്തെന്ന് പറഞ്ഞു, അപ്പൊ തന്നെ പുറത്തുനിന്ന് പറഞ്ഞു. ഇത് പറയുന്നത് എന്താണ്? അല്ലാതെ ഒരേ സമയത്ത് ഒന്നിന് അകത്തും പുറത്തും ഇരിക്കാൻ സാധ്യമല്ല. അപ്പൊ ഇതിനെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് ചോദിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കണം. എങ്ങനെ? അത് അകത്തുമല്ല പുറത്തുമല്ല, ദൂരെയല്ല അടുത്തുമല്ല, എല്ലായിടത്തും ഉള്ളതാണ്. ഇതൊക്കെ വിചാരം ചെയ്യാൻ വേണ്ടി, അനുസന്ധാനം ചെയ്യാൻ വേണ്ടി തന്നതാണ്. നസ പുനരാവർത്തത എന്ന് ശ്രുതി. അവൻ ജനിക്കുന്നില്ല. ആര്? ഇതറിഞ്ഞ ആള്. എന്തിനാ ജനിക്കുന്നത്? ജനിക്കണം അങ്ങനെ ഒരു ആവശ്യമാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അതിനെ പിന്നിലൊരു പ്രവൃത്തി വേണം. ഒരു പ്രയോജനമില്ലാത്ത കാര്യത്തിൽ മൂഢന്മാർ പോലും പ്രവർത്തിക്കുന്നില്ല. പിന്നെയല്ലേ അറിവുള്ളവരും. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് പിന്നെയും നമ്മൾ അല്ലേ? അതുകൊണ്ട് പിന്നെ സംസാരം അയാൾക്ക് ഉണ്ടാവുന്നില്ല. സംസാരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ്? അയാൾ ഇനി ആവർത്തിക്കുന്നില്ല. അയാൾക്ക് ഇനി ജന്മമില്ല. എന്തിനാ ജനിക്കുന്നത്? ജനിക്കുന്ന എന്തെങ്കിലും ഒരു ഉദ്ദേശത്തിലാണ്. നമ്മളൊക്കെ ജനിച്ചത് എന്തൊക്കെയോ ഒരു ഉദ്ദേശം കൊണ്ടാണ്. ആ ഉദ്ദേശം പൂർത്തിയായാൽ എന്തായി? പതിച്ചിടുന്ന ദേഹം മറിയണം. ആവാതെ പോയാൽ പിന്നെ ഇതിനെ പരമാർത്ഥഫലമായിട്ട് ബന്ധിക്കരുതേ, പ്രശ്നാവേ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ ബ്രഹ്മം സർവത്ര വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഏതിനെ? ഈ ബ്രഹ്മമാണ് മനുഷ്യന്റെ ആധ്യാത്മിക തൃഷ്ണയുടെ പരമലക്ഷ്യം. ഏത് ബ്രഹ്മം? ഏതൊന്ന് വാക്കുകൊണ്ട് പറയാൻ കഴിയാതായിരിക്കുന്നു. എന്നാൽ ഏതൊന്ന് ലഭിച്ചാലാണോ ഏറ്റവും വലിയ ലാഭമായിരിക്കുന്നത്? ഇതിലും വലിയൊരു അറിവ് ഇനി നേടാനില്ലയോ? ആ യാതൊന്നുണ്ടോ? അതാണ് ഏത്? ബ്രഹ്മം. ആ ബ്രഹ്മം എന്താണ്? അനശ്വരവും നിത്യവും ആനന്ദ സ്വരൂപവുമാണ്. അതിനെ അറിഞ്ഞ് ആ ബ്രഹ്മം സർവത്ര വ്യാപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അല്ലാതെ ആദ്യം സർവത്ര വ്യാപിച്ചിരിക്കുന്നു, സർവ്വവ്യാപിയാണെന്ന് മനസ്സിലാക്കി പിന്നെ എന്തിനാ ഞാൻ അമ്പലത്തിൽ പോണതെന്ന് ചോദിച്ചു അല്ലേ? എന്നാൽ അയാള് ഈശ്വരൻ സർവ്വവ്യാപിയാണെന്നുള്ള അറിഞ്ഞിരിക്കുന്ന ഒരാളുടെ തലത്തിലല്ല അയാൾ പ്രവർത്തിക്കുന്നത്. പട്ടിയിലും പൂച്ചയിലൊന്നും കാണണ്ട, കേവലം സഹജീവികളിൽ പോലും അത് കാണാൻ കഴിയാത്ത ആളാണ് ഈശ്വരൻ സർവ്വവ്യാപിയല്ലേ, പിന്നെ ഞാൻ എന്തിനാ അമ്പലത്തിൽ പോകണമെന്ന് വെച്ചിട്ട്. ഈശ്വരന്റെ സർവ്വവ്യാപതയെ ബോധിച്ച ഒരാൾക്ക് അമ്പലത്തിൽ പോവണ്ടെന്നല്ല അയാൾ പോവില്ല, പോയാലും പോവില്ല. പക്ഷെ അത് ബോധിക്കാത്ത തരത്തിൽ കേവലം പ്രസംഗത്തിന് ക്ലാസ് എടുക്കാൻ പറ്റുന്നതാണ്, മറ്റുള്ളവരെ പറ്റിക്കാൻ പറ്റും. അതുകൊണ്ട് അവനവൻ ഒരു ഗുണവും ഉണ്ടാവാം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള വാക്കാണിത്. ആ ബ്രഹ്മം സർവത്ര വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഏത് ബ്രഹ്മം? ഇതുവരെ മനസ്സിലാക്കിയത് യാതൊന്നോ അതൊക്കെ കൂടി ആറ്റി കുറുക്കി എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയോ എന്നിട്ട് പറയുകയാണ് ആ ബ്രഹ്മം സർവ്വവ്യാപിയാണ്. ഇത് ആദ്യം പറഞ്ഞൂടെ? ആദ്യം പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞ ആ ലക്ഷ്യത്തിൽ എത്തുന്നത് ഇതിന്റെ ഉപസംഹാര വേളയിലാണ്. ഇനി ബ്രഹ്മം എന്താണെന്ന് തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിച്ചാൽ എന്തുണ്ടാവും? ആ ഈശ്വരൻ സർവ്വവ്യാപി ആവില്ല, അപ്പോഴും അല്പവ്യാപിയായി തന്നെ ആയിരിക്കും, പഴയ ആളെന്നെയായിരിക്കും. അതല്ലേ 56 ഇതിലും ചില വ്യത്യാസങ്ങളുണ്ട്. തിര്യേകോർധമധപൂർണം സച്ചിദാനന്ദമദ്വയം അനന്തം നിത്യമേകം ബ്രഹ്മേത്യവധാരയേത്. ഇനി അതിനെ നിർവചിക്കുക. വിലങ്ങത്തിലും മുകളിലും താഴെയും നിറഞ്ഞിരിക്കുന്നു സച്ചിദാനന്ദവും അദ്വിതീയവും
അന്തമില്ലാത്തതും നിത്യവും ഏകവുമായിരിക്കുന്ന യാതൊന്നോ അത് ബ്രഹ്മമാണെന്നറിയുക. എവിടെ പരിമിതമായ ബുദ്ധിയുണ്ടോ അതൊന്നും തന്നെ ബ്രഹ്മമല്ല എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി പലവിധ ദൃഷ്ടി കോണിലൂടെ നമ്മളെ മനസ്സിലാക്കിക്കുക. അല്ലാതെ ഒന്നുമല്ല. താഴെയാണെന്ന് മുകളിലാണെന്നോ, എന്തിന്റെ താഴെ എന്തിന്റെ മുകളിൽ അനുസന്ധാനം ചെയ്യൂ. ഇപ്പൊ മുകളിൽ എന്ന് പറയുന്നത് നാളെ കുറച്ച് കഴിയുമ്പോഴേക്ക് താഴെയാവില്ലേ? ഇപ്പൊ വടക്ക് എന്ന് പറയുന്നത് അല്ലേ, ബ്രഹ്മത്തെ നിങ്ങൾ അനുസന്ധാനം ചെയ്തോളൂ, വടക്കോട്ട് നോക്കി, അല്ലെങ്കിൽ കിഴക്കോട്ട് നോക്കും. ഇതൊക്കെ ഉണ്ട്, വേണം കേട്ടോ. ഇതൊക്കെ സാധനാതലത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വിഷയങ്ങളാണ്. പക്ഷേ ഇത് ഈ തലത്തിൽ എന്തായിത്തീരുന്നു? വടക്കുമില്ല, തെക്കുമില്ല, കിഴക്കുമില്ല, പടിഞ്ഞാറുമില്ല, മേലെയില്ല, താഴെയില്ല, ദൂരെയില്ല, അടുത്തുമില്ല, അല്ല. പക്ഷെ എന്നാ എന്തുണ്ട്? ഒന്നും അല്ലാതായിത്തീരുന്നു. അങ്ങനെയല്ല. ആ ഒരു സച്ചിദാനന്ദ സ്വരൂപം താനാണെന്ന്. സച്ചിദാനന്ദ സ്വരൂപോഹം അഹം സച്ചിദാനന്ദം, അത് ഞാൻ തന്നെയാണ് എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ആദ്യം ഞാനെന്ന് അറിഞ്ഞൂടെ? അറിഞ്ഞാൽ കുറച്ചും കൂടി തലക്കനം കൂടും, ഒന്നിന്റെ മുന്നിലും കുനിയാതാവും. ആദ്യമേ കുറച്ചുണ്ടാവും, പിന്നെന്തായി? ഒന്നുകൂടി കൂടും, പിന്നെ നടക്കാൻ വയ്യാത്ത സ്ഥിതി വരും. ഈ തരത്തിൽ അറിഞ്ഞാൽ പിന്നെന്തായി? പിന്നെ അതെ, അതവ്യാവൃത്തിരൂപേണ വേദാന്തേർലക്ഷ്യദേവേയം അഖണ്ഡാനന്ദമേകം യത്തത് ബ്രഹ്മേത്യവധാരയത്. വേദാന്തവാക്യങ്ങളാൽ അതവ്യാവൃത്തി രൂപത്തിൽ അതല്ല എന്ന നിഷേധ രൂപത്തിൽ നാശമില്ലാത്തതായ യാതൊന്നാണോ സൂചിപ്പിക്കപ്പെടുന്നത്, ഉപദേശിക്കപ്പെടുന്നത്, വിച്ഛേദമില്ലാതെ ആനന്ദരൂപമായിരിക്കുന്ന അത് ബ്രഹ്മമെന്നറിയുക. ഇങ്ങനെ ഓരോ ദൃഷ്ടി നമുക്ക് തരിക. അതല്ല ഇത് ബ്രഹ്മസൂത്രം വിഷയമാണ്, അതല്ല എന്ന് പറഞ്ഞ് കൊണ്ടുപോകുക. ബ്രഹ്മാവ് മുതലായവരും ആനന്ദികളാണല്ലോ. അപ്പോൾ ബ്രഹ്മത്തിന്റെ ആനന്ദത്തിന് എന്ത് വിശേഷം? ബ്രഹ്മാവ് മുതലായവർ ആനന്ദത്തോട് കൂടിയവരാകുന്നു, എന്നാൽ ബ്രഹ്മം ആനന്ദരൂപം തന്നെയാകുന്നു. ബ്രഹ്മാദികളുടെ ആനന്ദം വിച്ഛേദമുള്ളതാണ്, ബ്രഹ്മം വിച്ഛേദമില്ലാത്ത ആനന്ദം തന്നെയാകുന്നു എന്നറിയുക. അതിന് നമ്മൾ നാളെ പഠിച്ചു. ഏതൊക്കെ ആനന്ദം പറഞ്ഞില്ലേ? ഓരോരുത്തരുടെ ആനന്ദം പറഞ്ഞില്ലേ? ആനന്ദം പറഞ്ഞിട്ട് ഏറ്റവും വലിയ ആനന്ദം ആരുടേതാ പറഞ്ഞില്ലേ? ഉണ്ട്. ബ്രഹ്മാനന്ദത്തെ കുറിച്ച് പറഞ്ഞു. അതൊക്കെ ഓർമ്മിക്കേണ്ട സന്ദർഭം. ഇതിനെ തന്നെയാണ് അനാദി എന്ന് പറയുന്നത്. ഏതൊക്കെയാ അനാദി? പഠിച്ചു. അനാദി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ആദിയില്ലാത്തത്. ആദിയില്ലെങ്കിൽ അന്തമില്ല, തുടക്കമില്ലെങ്കിൽ ഒടുക്കമില്ല. അതേതൊക്കെയാ? 6 തത്വങ്ങൾ ആണ് ഏതിന്? അനാദി എന്നുള്ളതിന്. ഏത്? ബ്രഹ്മം ഏതാ? അനാദി. പിന്നെയോ? ജീവനോ? ജീവനും അനാദിയാ. ജീവൻ അനാദിയല്ലേ? ഈ ജീവൻ എത്ര കുപ്പായം മാറിയെന്ന് ആർക്കറിയാം? 84 ലക്ഷം എന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി പറയുന്നതാണ്. പിന്നെ ഈശ്വരൻ അനാദിയാണ് അല്ലേ? ഇല്ല. ജീവേശ്വര ഭാവം അനാദിയാന്നൊക്കെ പറയും. മായ, ബ്രഹ്മാവ്, അത് തമ്മിലുള്ള ചേർച്ച, അവിദ്യ, ഇതിനൊക്കെ അനാദി എന്നുള്ള ശബ്ദം കൊണ്ട് പറയാറുണ്ട്. ഈ അനാദി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അനാദി എന്ന് പറയുന്നത്? അനാദി എന്നുള്ളതിന് ഒക്കെ കാരണ സംബന്ധത്തെ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ കാരണത്തിൽ നിന്ന് അന്യമായി പ്രകടമാവുന്നതിനെയാണ് നമ്മൾ അനാദി എന്ന് പറയുന്നത്. കാരണത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ കാരണം മാത്രമാണ് ഇതുള്ളത്. കാരണം ഏതാണ്? ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി ചിന്തിക്കുന്നത് കൊണ്ട് ഏതാണ്? ഇതൊക്കെ ബ്രഹ്മം അനാദിയാണെന്ന് പറയുന്നത് വാക്കിന്റെ പരിമിതി വെച്ചാണെന്നാണ് പറയുന്നത്. അപ്പൊ വാസ്തവത്തിൽ ഇത് പലതായി തീരുന്നു. ബ്രഹ്മ എന്നുള്ള വാക്കിന് തന്നെ നിർവചനം തന്നിരിക്കുകയാണ്. ഇത് പലതായി തീരുന്നതിന് അതിന്റെ യാതൊരു സത്തയുണ്ടോ, അതിന്റെ യാതൊരു ഉണ്മയുണ്ടോ, അതാണ് ബ്രഹ്മം എന്നറിയൂ. അപ്പൊ ഈ കാണപ്പെടുന്നതിന് അന്യമായിട്ട് ബ്രഹ്മം വേറുണ്ടോ? ഇല്ല എന്ന് വരും. അപ്പൊ ഇതിനെ കാണാവുന്നതിന് എന്താ പറയുക? അനാദി എന്നാ പറയുക. അപ്പൊ അവിടെ വാക്ക് പ്രയോഗിക്കുന്ന സമയത്ത് ജീവന്റെ
ജീവൻ പ്രകടമായി കാണുന്ന ജീവനെ അനുസന്ധാനം ചെയ്ത് ജീവന്റെ സ്വതസിദ്ധമായ ഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് ബ്രഹ്മം എന്ന് തന്നെ അറിയും. അല്ലാതെ പരമാത്മാ തന്നെയാണ് ജീവാത്മ രൂപത്തിൽ പ്രകടമായതെന്നേ പറഞ്ഞുള്ളൂ. പരമാത്മാവും ജീവാത്മാവും വേറെ ഏറെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. യാതൊന്നാണ് ജീവാത്മാവിന്റെ യാതൊരു ഉണ്മയുണ്ടോ ആ ഉണ്മ ഏതാണ്? വാസ്തവത്തിൽ ഉണ്മ തന്നെയാണ്. ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി എന്തെല്ലാം ഞാനും എൻ്റെ വാക്കും പോലെ എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും. ഇതിനെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനാദി എന്ന് പറയാം. ഇപ്പൊ ബ്രഹ്മം എന്നുള്ള വാച്യാർത്ഥത്തെ മാത്രം ചിന്തിച്ചാൽ അനാദി എന്ന് പറയാം. ജീവൻ എന്നുള്ള വാച്യാർത്ഥത്തെ മാത്രം ചിന്തിച്ചാൽ അനാദി എന്ന് പറയാം. അല്ലേ? മായ എന്നുള്ളതിന് യാ മാസ മായ എന്ന അർത്ഥത്തിൽ, അവിദ്യ എന്നുള്ളതിനെ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള വാക്യങ്ങളെ നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ അനാദി 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 എന്ന് പറഞ്ഞു പോകാം. വാസ്തവത്തിൽ ഈ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ, ഇത് അനുസന്ധാനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്തായി? ഇവിടെ ഈ കാണാവുന്നതിനെ നോക്കിയിട്ടാണ് ഈ അനാദി എന്ന് പറയുന്നത്. കാണുന്ന ദൃഷ്ടി. വാസ്തവത്തിൽ ഇത് ഏതാണ്? ചലിക്കാത്ത ഒരടിസ്ഥാനം, ഉണ്മ, എന്ത് പേര് വിളിക്കുക, അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തായി? ഭിന്നമായി വേറൊന്നുമില്ല. അതുകൊണ്ട് അവിടെ വാക്ക് പ്രവൃത്തമല്ല, അത് അനാദി ഒന്നും പറയണില്ല. പിന്നെന്താ അവിടെ പറയുക? ബ്രഹ്മം എന്ന് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയാം. അഹം ബ്രഹ്മാസ്മി. വേറെ എന്താ പറയാ? ഏത് മഹാവാക്യ പഠിച്ചിട്ടുണ്ട്? ഋഗ്വേദീയമായ മഹാവാക്യം ഏതാ? പ്രജ്ഞാനം ബ്രഹ്മ. യജുർവേദീയമായ മഹാവാക്യം എത്രയോ പ്രാവശ്യം ആവർത്തിക്കാം. ഏതാ? അഹം ബ്രഹ്മാസ്മി. സാമവേദീയമായ മഹാവാക്യം തത്വമസി. അഥർവവേദീയമായ മഹാവാക്യം അയമാത്മാ ബ്രഹ്മ. അതില് അഹം ബ്രഹ്മാസ്മി എന്നുള്ള അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്നത്. അഹം ബ്രഹ്മാസ്മി. യാതൊന്നാണോ അണുവല്ലാത്തതും സ്ഥൂലമല്ലാത്തതും ഹ്രസ്വമല്ലാത്തതും ദീർഘമല്ലാത്തതും ജനനമില്ലാത്തതും നാശമില്ലാത്തതും രൂപം ഗുണം വർണ്ണം മുതലായവ ഇല്ലാത്തതുമായി വർത്തിക്കുന്നത് അപ്രകാരമുള്ള വസ്തുവിനെ ബ്രഹ്മമാണെന്നറിയുക. വിചാരം ചെയ്യുക. അതൊക്കെ എങ്ങനെയെങ്കിലും നമ്മുടെ ഉള്ളിലൊന്ന് ഉറക്കട്ടെ, നമ്മുടെ ഒരു അനുസന്ധാന പ്രക്രിയ നടക്കട്ടെ എന്നുള്ള ആ അനുഗ്രഹ ബുദ്ധി കൊണ്ട് പറയുക പല തരത്തിൽ. അല്ലാതെ എന്താ അതിനൊക്കെ പറയുക? ഇവിടെ വാക്ക് വരുന്നില്ല. എന്നിട്ട് എങ്ങനെയെങ്കിലും മനസ്സിലായിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. യദ്ഭാസാഭാസ്യതർക്കാദിഭാസ്യൈരത്തു ന ഭാസ്യതേ യേന സർവമിദം ഭാതി തദ്ബ്രഹ്മേത്യവധാരയേത്. യാതൊന്നിന്റെ പ്രകാശം കൊണ്ടാണോ സൂര്യൻ മുതലായവ പ്രകാശിപ്പിക്കപ്പെടുന്നത്, യാതൊന്നാണോ മറ്റുള്ളവരുടെ പ്രകാശങ്ങളെ കൊണ്ട് പ്രകാശിപ്പിക്കപ്പെടാത്തത്, നേരെ മറിച്ച് യാതൊന്നിനാലാണോ ഈ പ്രപഞ്ചമെല്ലാം പ്രകാശിക്കുന്നത്, അത് ബ്രഹ്മമാണെന്നറിയുക. സ്വയം പ്രകാശകമാണതെന്നറിയൂ. സ്വയം പ്രകാശകമായത് ഏതാണോ അതാണ് ബ്രഹ്മം എന്നറിയൂ. അതേതാണ് സ്വയം പ്രകാശകമായത്? ഈ ലോകത്ത് ഏതൊന്നിനെ അറിയുന്നുവോ അതേതാ? ആത്മാ. അതുകൊണ്ട് ആത്മാ ബ്രഹ്മമാണെന്നറിയൂ. അനുസന്ധാനം ചെയ്തോളൂ. വേറുള്ളതൊക്കെ വേറൊന്നിന്റെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്നതാണ്, സൂര്യനും കൂടി. പക്ഷേ വേറൊരാളുടെ സഹായമില്ലാതെ, ഒരാളുടെയും ഔദാര്യമില്ലാതെ സ്വയം പ്രകാശകമായിരിക്കുന്നത് ഏതോ അതേതാണ്? ഞാൻ. അതുകൊണ്ട് ഞാൻ ബ്രഹ്മമാണെന്ന് അനുസന്ധാനം ചെയ്തോളൂ. പോരെ? എനിക്ക് എന്നെ അറിയണമെങ്കിൽ വേറെ ആരെങ്കിലും സഹായമാണ്? എനിക്ക് സുഖമുണ്ടോ? നിങ്ങളോട് ചോദിക്കണം. എനിക്ക് ദുഃഖമുണ്ടോ? വേറെ എവിടെ ചോദിക്കണം. എനിക്ക് സമാധാനം ഉണ്ടോ? വേറെ എവിടെ ചോദിക്കണം. വേറെ അവിടെ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ അവൻ ഞാൻ അറിയാതിരിക്കുമോ? എങ്കിൽ ഞാൻ ആരാണെന്നാണ് ഉള്ളതും എന്നല്ലെങ്കിൽ നാളെ അല്ലേ അറിയാല്ലേ. അതുകൊണ്ട് അനുസന്ധാനം ചെയ്യൂ. ഇതേ. അതിന് വേറെ ഒരു ഇന്ദ്രിയങ്ങളും പ്രവൃത്തമല്ല. ഞാനുണ്ട് എന്നുള്ളതിന് തെളിവ് നിങ്ങൾക്ക് അറിയോ? ഫോട്ടോ കാണിച്ചു തരാം. വേണോ? ഒന്നും വേണ്ട. വേറെ ആളോട് തെളിവൊന്നും ചോദിക്കണ്ട. ഞാൻ കണ്ടതാട്ടോ ഞാൻ ഉണ്ട് എന്നുള്ളത്. ഞാൻ കേട്ടതാ, അല്ല ഞാൻ സ്പർശിച്ചറിഞ്ഞതാ, അല്ല ഞാൻ രുചിച്ചറിഞ്ഞതാ, അല്ല ഞാൻ വാസനിച്ചറിഞ്ഞതാ. ഞാനുണ്ട്. ഇതൊക്കെ അറിഞ്ഞാലും ഞാനുണ്ടെന്ന് അറിയാൻ പോണില്ല. അതൊന്നും ഞാനല്ല, വേറെന്താ. ഞാനുണ്ടെന്നുള്ളത് പക്ഷെ ഉണ്ടോ? അത്ര അറിവ് വേറൊന്നുമില്ല. അതുകൊണ്ട് വാസ്തവത്തിൽ എല്ലാവരും ഏതാണ്? ഈ ബോധത്തിൽ തന്നെയാണ്. ഏത്? അഹം ബ്രഹ്മാസ്മി. ഇനി വേറെ ബോധം ഉണ്ടാക്കുമെന്ന് വേണ്ട.
അതുകൊണ്ട് ബ്രഹ്മം എല്ലാ ജ്യോതിസുകൾക്കും ആധാരമായ ജ്യോതിസാകുന്നു. അതാണ് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നത്. ഒന്നിനെയും പ്രകാശിപ്പിക്കുന്നില്ലെങ്കിലും അതുണ്ട്, അത് മനസ്സിലാക്കണം. സത്തുപോയാൽ അല്ലേ, അപ്പോ പ്രകാശിപ്പിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അല്ലേ, സ്വയം പ്രകാശകമായ അത് അല്ലേ, അതില്ലാത്ത സന്ദർഭമുണ്ടോ? ഇല്ല. പ്രകാശിപ്പിക്കാൻ മറ്റൊരു വസ്തു ഇല്ലാതാവുമ്പോഴും അതിന്റെ അഭാവത്തിലും ഏതുണ്ട്? ഞാൻ ഉണ്ട്. ഞാൻ പോവോ? ഞാനേ ഉള്ളൂ. പോവാൻ വേറെ സ്ഥലമില്ല. എവിടുന്ന് എവിടേക്ക് എങ്ങനെ പോകണം? എന്നാൽ ചുമരുകൾക്ക് ആപേക്ഷികമായിട്ട് ചുമരുകൾക്കുള്ളിൽ എന്നും പുറത്തെന്നും പറയുന്ന പോലെ എൻ്റെ ഞാൻ എന്നൊക്കെ വ്യവഹരിക്കുന്നു. ഉള്ളിലുള്ളത് പുറത്തുള്ളത് എന്നൊക്കെ പറയുന്നത്, ഈ അകത്തിരിക്കുന്ന ഞാൻ എന്നൊക്കെ പറയുന്നത്. തമേവ ഭാന്തമനുഭാതി സർവം, സ്വയം പ്രകാശിക്കുന്നതിനെ അനുസരിച്ച് മറ്റെല്ലാം പ്രകാശിക്കുന്നു എന്ന് ശ്രുതി. നതദ്ഭാസയതേ സൂര്യ എന്ന് 15-ാം അധ്യായം ഗീത. ബ്രഹ്മം സ്വയം പ്രകാശവും സർവ്വവ്യാപിയുമാണെന്ന് സ്വോദാഹരണം സമർത്ഥിക്കുന്നു. ഭേദത്തെ അഭേദമാക്കാൻ ആണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഭേദബുദ്ധി ആവാൻ വേണ്ടി കൊണ്ടുവരിക. അഭേദബുദ്ധി ഉണ്ടാവുന്നതൊക്കെ എവിടെയാണ്? ഈ ബോധം ഉറക്കാത്തതുകൊണ്ടാണ്. സ്വയം അന്തർബഹിർവ്യാപ്യം ഭാസയന്നഖിലം ജഗത് ബ്രഹ്മ പ്രകാശദേ വന്യപ്രദത്തായ കപിണ്ഡവത്. ചുട്ടുപഴുത്ത ഇരുമ്പുണ്ടയിൽ അഗ്നി എന്ന പോലെ പ്രപഞ്ചത്തിന്റെ അകത്തും പുറത്തും വ്യാപിച്ചിട്ടു പ്രപഞ്ചത്തെ മുഴുവനും പ്രകാശിപ്പിച്ചുകൊണ്ട് ബ്രഹ്മം സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നു കൊണ്ട് അത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള ഭാഗം കൊണ്ടാണ് ഈ ഭാഗത്തെ വിസ്തരിക്കുന്നത്. അത് ബ്രഹ്മം എന്നുള്ളതിന് ഏകദേശ ദൃഷ്ടി എന്താണെന്ന് ഉറപ്പിക്കുക. ഇതൊന്നും ആയാലും ബ്രഹ്മമല്ല, പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. എന്നാലും ഈ അറിഞ്ഞതൊന്നും ബ്രഹ്മമല്ല എന്ന് പറയാൻ വേണ്ടി എന്നാൽ ഇന്നതാണെന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതല്ല ആണ് നിഷേധ ഭാഷ, വിധി ഭാഷ എന്ന് മുമ്പ് പഠിച്ചത്. നിഷേധ ഭാഷ ഇതല്ല ഇതാണ് എന്ന് പറഞ്ഞാൽ അതൊന്നും ബ്രഹ്മമല്ല. അപ്പൊ ഇതല്ല എന്നുള്ളതിലൂടെ നിഷേധ ഭാഷയിലൂടെ എത്തിക്കും. ബ്രഹ്മം പ്രപഞ്ചത്തിൽ നിന്നും ഭിന്നമായ സ്വഭാവത്തോടു കൂടിയതാകുന്നു. പരമാർത്ഥത്തിൽ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് യാതൊന്നും തന്നെ ഇല്ല. ബ്രഹ്മഭിന്നമായി വല്ലതും ഉള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് മരുമരീചിക. എന്താ മരുമരീചിക? കാനൽ ജലം പോലെ മിഥ്യയാകുന്നു. ജഗത്തി ലക്ഷണം ബ്രഹ്മണോ അന്യകിഞ്ചന ബ്രഹ്മാന്യത് ഭാതി മിഥ്യ യഥാ മരുമരീചിക. അല്ലെങ്കിൽ ഈ റോഡിലൂടെ പോകുന്ന സമയത്ത്, നട്ടുച്ച സമയത്ത് അല്ലേ, വെള്ളം ഓളം വെട്ടുന്നത് പോലെ അല്ലേ, അപ്പോൾ അറിയാതെ നമ്മൾ ബ്രേക്ക് വിട്ടു കുറച്ച് ദിവസം ആവർത്തിച്ചാൽ പിന്നെ എന്തുണ്ടാവും? പിന്നെ ചവിട്ടില്ല അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പറ്റിക്കാൻ പറ്റുമോ? പ്രകൃതിക്ക് ഇല്ല. പ്രകൃതി വശകനാവുന്ന കാലത്തോളം എന്തുണ്ടാവും? പ്രകൃതി വശകനാവുന്ന കാലത്തോളം ഈ ജീവൻ അതിൽ താതാത്മ്യം പ്രാപിച്ച് അല്ലേ, എത്രയൊക്കെ പഠിച്ചാലും ചിലപ്പോൾ നമ്മൾ അറിയാതെ അല്ലേ ഉണ്ടാവും. റോട്ടിൽ അങ്ങനെ ഓളം വെട്ടുന്നതാണ്. പിന്നെ ഉറപ്പിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടുള്ള ഉണ്ടാവുന്ന വേവലാതി ഒന്നും ഉണ്ടാവില്ല. അപ്പോഴും കാണില്ലേ? കാണുന്നതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ഈ ലോകത്ത് പലതും സംസാരത്തെ കാണുന്നുണ്ടെങ്കിലും സംസാരം ബന്ധനമല്ല എന്നർത്ഥം. അത് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. വസ്തുസ്വരൂപം സ്ഫുടബോധ ചക്ഷുഷ തേനൈവ വേദ്യം നതു പണ്ഡിതേന. ചന്ദ്രസ്വരൂപം നിജ ചക്ഷുഷൈവ ജ്ഞാതവ്യമന്യൈരവഗമ്യതേക്കിം വിവേകം. മറ്റൊന്നുമില്ലെന്ന് പറയുന്നത് പ്രഥമദൃഷ്ടിയിൽ പരസ്പര വിരുദ്ധമായിട്ട് തോന്നാം. ഈ സംശയത്തിനുള്ള പരിഹാരവും ഇതേ ശ്ലോകത്തിൽ തന്നെയുണ്ട്. ബ്രഹ്മണോന്യഞ്ജന, ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായി മറ്റൊന്നില്ല എന്നതാണ് ഇവിടുത്തെ പരമവും പരമോച്ഛവുമായ സിദ്ധാന്തം. അത് അനുഭവസിദ്ധമായത് കൊണ്ടാണ് അതിനെ സർവോപരി പ്രാമാണ്യം കൽപ്പിച്ചത്. വേദാന്തത്തിൽ അനുഭവത്തിനാണ് ഏറ്റവും വലിയ പ്രാമാണ്യം. ഏതിനാണ്? അനുഭവം. അതിനൊരു വാക്യമുണ്ട്. ഏതാ? ബ്രഹ്മത്തെ ഈ അനുഭവത്തിന് അനുഭവ വിരുദ്ധമായ ശ്രുതിയുക്തികളെ വേദാന്തം വകവയ്ക്കുന്നില്ല. എന്നാൽ അനുഭവത്തെ അനുകൂലിക്കുന്ന ശ്രുതിയുക്തികളെ വേദാന്തം സദാ സ്വാഗതം ചെയ്യുന്നു.
ജഗതി ലക്ഷണം ബ്രഹ്മ ബ്രഹ്മാന്യത് ഭാതി ജൻ നിത്യ എന്നീ രണ്ട് വാക്യങ്ങൾ ബ്രഹ്മഭിന്നമായ മറ്റൊരു സത്യമില്ലെന്ന് അന്വയ വ്യതിരേകങ്ങളെ കൊണ്ട്